ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആവാസം നമ്മളിലും ഈ മണിക്കൂറുകളിലുമെല്ലാം സമൃദ്ധമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ വചനകൂടാരത്തിൽ നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അന്നെന്ന പോലെ ഇന്ന് വീണ്ടും മാനവകുലത്തിലേക്ക് ഇറങ്ങി വരുവാൻ, പ്രത്യേകമായി നിന്റെ മുമ്പിൽ ദരിദ്രരായി നിൽക്കുന്ന ഈ മക്കളുടെ മേൽ ഇറങ്ങി വരുവാൻ അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് യാചിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ആത്മാവിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. താതന്റെ ഏകകുമാരാ, രക്ഷകനാമീശുനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. താതന്റെ ഏകകുമാരാ, രക്ഷകനാമീശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. വസിക്കട്ടെ ദൈവാത്മാവ്, ദിവ്യാത്മാവ് സർവജനത്തിന്റെയും സർവജനത്തിൻ ഹൃത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ്, വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. ഈ ആത്മാവിൻ ശക്തിയാ യുദ്ധം ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ ഇവകളിൽ നിന്നും മാനവരെ സംരക്ഷിക്കൂ. ഇരു കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചേ. ഈ ആത്മാവിൻ ശക്തിയാ ലോകം മുഴുവന് വേണ്ടി എന്ന് പ്രാർത്ഥിച്ചേ. യുദ്ധം ധാർമ്മിക തകർച്ച, ദുരന്തങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ദുരന്തങ്ങൾ ഇവകളിൽ നിന്നും മാനവരെ സംരക്ഷിക്കൂ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചേ. ആത്മാവിൻ ശക്തിയാ എല്ലാ മക്കളുടെയും വേദനകളും കണ്ണുനീരും എല്ലാം ചേർത്ത് വെച്ച്, ലോകത്തിന്റെ മാനവകുലത്തിന്റെ സങ്കടങ്ങൾ ചേർത്ത് വെച്ച്, ഇവകളിൽ നിന്നും മാനവരെ സംരക്ഷിക്കൂ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ഒരു നാളിൽ മറിയമായ സർവജനത്തിന്റെയും നാഥ, സർവജനത്തിൻ നാഥേ, ഞങ്ങൾ തൻ അഭിഭാഷകയായി എന്നും പ്രാർത്ഥിക്കണമേ അമ്മേ. പ്രാർത്ഥിച്ചിടട്ടെ ആമേൻ. ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചേ. ഒരു നാളിൽ മറിയമായ സർവജനത്തിൻ നാഥേ, ഞങ്ങൾ തൻ അഭിഭാഷകയായി പ്രാർത്ഥിച്ചിടട്ടെ ആമേൻ. കരങ്ങൾ വീശി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയാ. ഈ വചന ശുശ്രൂഷയിലേക്ക് ആത്മാവിനെ തരണമേ കർത്താവേ. ഹല്ലേലൂയാ. ഈ ദൈവജനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ കർത്താവേ. ഈ ആശ്രമത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ കർത്താവേ. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ, നിയോഗങ്ങൾ, സങ്കടങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ കുറവുകൾ, ബലഹീനതകൾ, വീഴ്ചകൾ, തഴക്കദോഷങ്ങൾ കർത്താവിലേക്കെല്ലാം പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ തലമുറയിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ലോകം മുഴുവനിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനപദങ്ങളിലേക്കും പരിശുദ്ധാത്മാവൻ അയക്കണമേ, അയക്കണമേ കർത്താവേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ എല്ലാവരും സ്വതമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥതയാൽ ഞങ്ങളെ ഏറ്റെടുക്കണമേ കർത്താവേ, മണിക്കൂറുകളെ ജനത്തെ ശുശ്രൂഷകളെ ഏറ്റെടുക്കണേ. ഹല്ലേലൂയ, 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 കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ച് അങ്ങയുടെ അരികിലിരുന്നൊന്ന് ധ്യാനിക്കാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈശോയെ, അങ്ങേറെ സ്നേഹിച്ച, അങ്ങേ ഏറ്റവും അധികമായി സ്നേഹിച്ച ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ അങ്ങയുടെ അരികിലിരുന്ന് ധ്യാനിക്കാൻ കൃപ തരണമേ. ഈശോയെ, അങ്ങേ അമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഈശോയെ, അങ്ങേ അമ്മയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, അങ്ങയുടെ അമ്മയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. മങ്ങിപ്പോയ ഞങ്ങളുടെ മരിയ ഭക്തി, തണുത്തുപോയ ഞങ്ങളുടെ മാതൃസ്നേഹം, വറ്റിവരണ്ടുപോയ ഞങ്ങളുടെ മരിയ ജീവിതം, കർത്താവേ, മുടങ്ങിപ്പോയ ഞങ്ങളുടെ ജപമാല ഭക്തികൾ, തകർന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ മരിയം വണക്കങ്ങൾ, ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ ഈശോയെ, അമ്മയോടുള്ള വലിയ സ്നേഹം, കെടാത്ത സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അമ്മ കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നുകൊണ്ട് യൗസപിതാവിന് പരിശുദ്ധ അമ്മയെ കാണാനും സ്വീകരിക്കാനും വലിയ കൃപ കൊടുത്തതുപോലെ ആ അമ്മയെ തിരിച്ചറിഞ്ഞ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിക്കാൻ യോഹന്നാന് കൃപ കൊടുത്തതുപോലെ ഞങ്ങൾക്ക് അമ്മയെ സ്വീകരിക്കാനും ജീവിതത്തിൻ്റെ ഭാഗമായി അമൂല്യമായി കരുതാനും ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുജകുലത്തിൻ മാതൃക നീ, മാനവനിരയുടെ അഭിമാനം, പാരിനു ശാശ്വതം ആശ്രയവും, പാരിനു ശാശ്വതം ആശ്രയവും. മനുജകുലത്തിൻ മാതൃക നീ, മാനവനിരയുടെ അഭിമാനം, പാരിനു ശാശ്വതം ആശ്രയവും, പാരിനു ശാശ്വതമാശ്രയവും. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി ആവേ മരിയ എന്ന് ഏറ്റു പറയാമോ? ഒരു 2 പ്രാവശ്യം കൂടെ പറയാമോ? ശാന്തമായിട്ടിരിക്കാം. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് തിരുനാളിലേക്ക് ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്ന ദിവസമാണിന്ന്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ നമുക്കൊരല്പസമയം ഒന്ന് ധ്യാന വിഷയമാക്കാം. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവം ഇന്നേ ദിവസം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് വിളമ്പാനുള്ള കൃപ എനിക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ പിറവിയെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല, ഒരിടത്തുമില്ല. പക്ഷേ കത്തോലിക്ക സഭയിൽ
നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജന്മദിനമായി പിറവി തിരുനാളായി ആഘോഷിക്കുന്നത് അത് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളാണ്. മറ്റൊരു വിശുദ്ധരുടെയും പിറവി തിരുനാളായി നമ്മൾ ആചരിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജനനം നമ്മൾ വലിയൊരു ആഘോഷമായി, ആത്മീയ ആഘോഷമായി എല്ലാ ദേവാലയങ്ങളിലും സഭയിലും കൊണ്ടാടപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ അമലോത്ഭവയായി ജനിച്ചു എന്നതാണ് അമ്മയുടെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ജന്മപാപമില്ലാതെ പരിശുദ്ധ മറിയം ജനിച്ചു എന്ന് സഭ പഠിപ്പിക്കുകയും സഭ ആ പഠനത്തിൽ നമ്മളെ കൂടുതൽ ആഴപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. പരിശുദ്ധ മറിയമല്ലാതെ ആരെങ്കിലും ഉത്ഭവപാപമില്ലാതെ ജനിച്ചതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബൈബിളിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ കാണാം, ജന്മപാപമില്ലാതെ ഉത്ഭവപാപമില്ലാതെ ദൈവം സൃഷ്ടിച്ച ഒരമ്മ കൂടി ബൈബിളിലുണ്ട്. അത് ഹവ്വയാണ്. ഹവ്വയും മറിയത്തെപ്പോലെ തന്നെ ഉത്ഭവപാപമില്ലാതെ ജന്മപാപമില്ലാതെ ജനിച്ചവളാണ്. ഹരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മാനവകുലത്തിൻ്റെ ആദ്യത്തെ അമ്മ ഉത്ഭവപാപമില്ലാതെ ജനിച്ചവളാണെന്ന് വ്യക്തമായ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോഴും ഒരിക്കലും ഈ ഔവ്വയുടെ ജന്മദിനം നമ്മൾ ആചരിക്കുന്നില്ല, ആഘോഷിക്കുന്നില്ല, അത് ഓർക്കുന്നു പോലുമില്ല. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനം നമ്മൾ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. അത് വലിയ ആത്മീയ നിർവൃതിയിൽ നമ്മൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ജന്മപാപമില്ലാതെ ജനിച്ച രണ്ടമ്മമാർ സഭ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൽ നിൽക്കുമ്പോൾ ഇതിലൊരാളെ മാത്രം ഇങ്ങനെ സ്നേഹിക്കുന്നതും വണങ്ങുന്നതും ആഘോഷിക്കുന്നതും എല്ലാം എന്ത് എന്നൊരു ചോദ്യം ഉദിച്ചാൽ അതിൻ്റെ ഉത്തരം എങ്ങനെയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഔവ്വ ഈ ലോകത്തിൽ പാപത്തെ കൊണ്ടുവന്നു, ഈ ലോകത്തിന് മരണം പ്രദാനം ചെയ്തു എന്ന് നമ്മൾ വായിക്കും. എന്നാൽ മറിയം ഈ ലോകത്തിന് ജീവൻ നൽകി, ജീവൻ പ്രദാനം ചെയ്തു എന്ന് നമ്മൾ ധ്യാനിക്കുന്നു. ഇത് രണ്ടുമാണ് ഈ അമ്മമാർ തമ്മിലുള്ള വ്യത്യാസം. ഔവ്വ ഈ ലോകത്തിലേക്ക് മരണത്തെ കൊണ്ടുവന്നെങ്കിൽ മറിയം ഈ ലോകത്തിലേക്ക് ജീവനെ കൊണ്ടുവന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരമ്മ ഈ ലോകത്തിലേക്ക് മരണം കൊണ്ടുവന്നപ്പോൾ മറ്റൊരമ്മ ഈ ലോകത്തിലേക്ക് ജീവനെ കൊണ്ടുവന്നു. വചനം പറയുന്നത് പോലെ സമൃദ്ധമായ ജീവൻ, ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ. ആ ജീവനെ ഈ ലോകത്തിലേക്ക്, ഈ നിത്യജീവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഒരമ്മ, അവളാണ് മറിയം എന്നുള്ളൊരു ധ്യാനം ഈ നോമ്പിൻ്റെ ഈ 6-ാം ദിവസം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഹവ്വയും രണ്ടാം ഹവ്വയായ മറിയവും തമ്മിലുള്ള വലിയ താരതമ്യ പഠനം കത്തോലിക്ക സഭയുടെ സഭാപിതാക്കന്മാരുടെ ഇടയിലെല്ലാം ഉണ്ട്. അതിൽ ഈ അമ്മമാർ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇതാണ്. ഒരാൾ ഈ ലോകത്തിലേക്ക് മരണത്തെ കൊണ്ടുവന്നു, ഒരാൾ ഈ ലോകത്തിലേക്ക് ജീവനെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ജീവനെ കൊണ്ടുവന്ന ഒരു അമ്മയുടെ പിറകെ നമ്മളിങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് ഇങ്ങനെ തീർത്ഥാടനം നടത്തുകയാണ്. ഈ ലോകത്തിലേക്ക് ജീവൻ കൊണ്ടുവന്ന അമ്മയുടെ ചുറ്റും ഇന്ന് മാനവകുലം മുഴുവൻ ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി തീർന്ന നമ്മൾ, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ടു പോയ മക്കളായി നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് ഇന്ന് ഈ ജീവൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവൻ തരണം, ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ജീവൻ വേണം, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ജീവൻ വേണം, ഞങ്ങളുടെ ഇടവകയ്ക്കൊരു ജീവൻ വേണം, ഞങ്ങളുടെ സമുദായത്തിനൊരു ജീവൻ വേണം, ഞങ്ങളുടെ ഈ തലമുറയ്ക്ക് അമ്മേ ഒരു ജീവൻ വേണം. ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, അതിനൊരു ജീവൻ വേണമെന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഈ 8 നോമ്പിൻ്റെ ദിനങ്ങളിൽ ഈ അമ്മയുടെ ചുറ്റും ഒരുമിച്ച് കൂടുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കരമുയർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരു ജീവൻ്റെ ചരിത്രം പരിശുദ്ധ അമ്മ മാനവകുലത്തിന് തരുന്നുണ്ട്. അമ്മയോട് ചേർന്നിരിക്കുന്നവർക്കെല്ലാം സമൃദ്ധമായൊരു ജീവൻ പരിശുദ്ധ അമ്മ നൽകുകയാണ്.
പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവൻ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുക? ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ജീവനെക്കുറിച്ച് പറയുന്നത്? എങ്ങനെയാണ് ഒരു സമൃദ്ധമായ ജീവൻ ഈ കാലഘട്ടത്തിൽ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അത് നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പരിശുദ്ധ കന്യകാമറിയത്തിനും ആദ്യത്തെ ഹവ്വയ്ക്കും രണ്ടാമത്തെ ഹവ്വയ്ക്കും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ഈ സാമ്യങ്ങളെ നമ്മളൊന്ന് വചനത്തിൻ്റെ കണ്ണുകളിലൂടെ ചേർത്ത് വെച്ചാൽ എങ്ങനെ മരണത്തെ കൊണ്ടുവരാമെന്നും എങ്ങനെ ജീവിതത്തെ കൊണ്ടുവരാമെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ രണ്ടമ്മമാരെ മുന്നിൽ നിർത്തിയൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മരണത്തെ കൊണ്ടുവരാം, എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവനെ കൊണ്ടുവരാം, ഇത് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഈ രണ്ടമ്മമാരിലേക്ക് നമ്മുടെ ദൃഷ്ടി ഒന്ന് പതിപ്പിക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ രണ്ട് അമ്മമാരെ കൊണ്ടുവരികയാണ്. ആദ്യത്തെ ഹവ്വയെയും രണ്ടാമത്തെ ഹവ്വയെയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടമ്മമാരും നിൽക്കുന്നത് ഒരു സ്ഥലത്താണ്, നിൽക്കുന്നത് ഒരേ ഇടത്തിലാണ്. അത് കൃപയുടെ ഇടത്തിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടത്തിലാണ്. മംഗളവാർത്തയുടെ സമയത്ത് മാലാഖ വന്ന് മറിയത്തോട് പറയുന്നു, മറിയമേ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നിന്റെ കൂടെ കർത്താവുണ്ട്. നീ നിൽക്കുന്നിടത്ത് കർത്താവുണ്ട്, നീ വസിക്കുന്നിടത്ത് കർത്താവുണ്ട്, നീ ശ്വസിക്കുന്നിടത്തും ഭക്ഷിക്കുന്നിടത്തും പാനം ചെയ്യുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും പ്രാർത്ഥിക്കുന്നിടത്തും എല്ലാം കർത്താവുണ്ട് എന്ന് മാലാഖ മറിയത്തോട് പറയുകയാണ്. അങ്ങനെ മറിയം ദൈവ സാന്നിധ്യത്തിലായിരുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് വചനം കൃത്യമായിട്ട് പറയുന്നു. ആദ്യത്തെ ഹവ്വയെക്കുറിച്ച്, ആ പറുദീസായിലെ ഹവ്വയെക്കുറിച്ച് വചനം കൃത്യമായി പറയും, ദൈവം അവളോട് കൂടെയുണ്ടായിരുന്നു. എല്ലാ സായാഹ്നങ്ങളിലും ദൈവം ഈ ഹവ്വയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ദൈവത്തിൻ്റെ കരം പിടിച്ച് ആദവും ഹവ്വയും ഇങ്ങനെ സായാഹ്നങ്ങളിൽ ഉലാത്തുന്ന രംഗം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ ധ്യാനിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് അമ്മമാരുടെയും ഒരു വലിയ പ്രത്യേകത, രണ്ടുപേരും ദൈവ സാന്നിധ്യത്തിലായിരുന്നു എന്നതാണ്. കരമുയർത്തി പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് അമ്മമാരും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നെങ്കിലും ദൈവത്തോടൊപ്പം വളർന്നവരാണെങ്കിലും രണ്ടുപേരും ദൈവത്തോടൊപ്പമാണ് വളരുന്നത്. അവ്വ ദൈവത്തിൻ്റെ കരം പിടിച്ച ദൈവമാണ് അവ്വയെ മെനഞ്ഞ് രൂപപ്പെടുത്തിയത്, ദൈവമാണ് അവ്വയെ വളർത്തിയത്. ആ പറുദീസായുടെ കായ്കനികൾ ഭക്ഷിച്ച് ഈ അവ്വ വളർന്നത് ദൈവത്തിൻ്റെ മടിത്തട്ടിലിരുന്നാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ചും പാരമ്പര്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മയെ അവളുടെ മാതാപിതാക്കൾ യോവാക്കീമും അന്നയും ചെറുപ്രായത്തിൽ 3-ാം വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. അങ്ങനെ ആദ്യജാതരെ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ ഇസ്രായേലിൻ്റെ പാരമ്പര്യമനുസരിച്ച് കുഞ്ഞുമറിയത്തെ അവർ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കുഞ്ഞ് 3 വയസ്സ് മുതൽ ദേവാലയത്തിൽ പുരോഹിതരുടെ നടുവിലാണ് വളർന്നു വരിക. ദേവാലയത്തിലെ പ്രാർത്ഥനകളും ദേവാലയത്തിലെ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധവുമൊക്കെ ഏറ്റ് ഈ കുഞ്ഞു മറിയം ഈ ദേവാലയത്തിൻ്റെ ഓരം ചേർന്ന് ആ ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ വളർന്നു വരുന്ന ആ പരിശുദ്ധ അമ്മയെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷെ നമുക്കൊരു വലിയ പ്രത്യേകത ഇവർ രണ്ടുപേരും കാണാം. ഇവർ രണ്ടുപേരും ദൈവത്തോടൊപ്പമാണ് വളരുന്നതെങ്കിലും, ദൈവത്തിൻ്റെ കൂടെയാണ് വളരുന്നതെങ്കിലും ഇവർ രണ്ടുപേരും ദൈവത്തോളം വളർന്നിട്ടില്ല. ദൈവത്തിൻ്റെ കൂടെയാണ് വളർന്നതെങ്കിലും ദൈവത്തോളം ഇവർ രണ്ടുപേരും വളർന്നിട്ടില്ല. ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അമ്മ വളർന്നതെല്ലാം ദൈവത്തോടു കൂടെയായിരുന്നു, പക്ഷെ ദൈവത്തോളം പരിശുദ്ധ അമ്മ വളർന്നിട്ടില്ല. അതെപ്പോഴും അമ്മ ഏറ്റു പറയുന്നൊരു കാര്യമാണ്. ഞാൻ ദാസിയാണ്. അവളുടെ വാക്കുകൾ തന്നെ, മറിയം ആദ്യം ഉച്ചരിക്കുന്ന വാക്ക് തന്നെ അതാണ്, ഞാൻ ദൈവത്തോളം എത്തിയിട്ടില്ല, ഞാൻ ദൈവത്തിൻ്റെ ഒരു അടിയാട്ടി, ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസി മാത്രമാണ് എന്ന് ഏറ്റു പറയുന്നൊരു മറിയം. അവൻ പറയുന്നത് പോലെ ചെയ്യ്, ഞാൻ പറയുന്ന പോലെ അല്ല കേട്ടോ, അവൻ പറയുന്നത് പോലെ ചെയ്യ് എന്ന് പറയുന്ന മറിയത്തിൻ്റെ വാക്കുകൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണും. ദൈവത്തിൻ്റെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ കൂടെ വളർന്ന അമ്മ കൃത്യമായി മനസ്സിലാക്കി, അമ്മ കൃത്യമായി ഏറ്റുപറഞ്ഞു, ഞാൻ ദൈവത്തോളം വളർന്നിട്ടില്ല, ഞാൻ ദൈവത്തോളം വളർന്നിട്ടില്ല, ഞാൻ ദൈവത്തിൻ്റെ കൂടെ വളർന്നവൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ അമ്മയിലേക്ക്, ആദ്യത്തെ അവയിലേക്ക് നമ്മളൊന്ന് വന്നേ.
ആ ആദ്യത്തെ ഔവ്വയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും, അവളും ഇതുപോലെ ദൈവത്തോടൊപ്പം വളർന്നവളാണ്. ദൈവം സ്വന്തം കരങ്ങളാൽ മെനഞ്ഞുണ്ടാക്കിയതാണ് ഔവ്വയെ. ആദത്തിൻ്റെ വാരിയെല്ലെടുത്ത് അതിൽ നിന്ന് ഔവ്വയെ സൃഷ്ടിച്ചുവെന്ന് കൃത്യമായി വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മെനഞ്ഞെടുത്ത ഔവ്വ, ദൈവത്തോടൊപ്പം വളർന്ന ഔവ്വ. പക്ഷേ ആ ഔവ്വയുടെ ജീവിതത്തിൽ ഒരു വലിയ കുഴപ്പം പറ്റി. അവൾ കരുതി ഞാൻ ദൈവത്തോടൊപ്പം വളർന്നവളാണ്, പക്ഷേ എനിക്ക് ദൈവത്തെ പോലെ ആകണം എന്നുള്ളൊരു ചിന്ത ഹൗവയ്ക്ക് വന്നു. ദൈവത്തെ പോലെ, ദൈവത്തോളം എത്തണം, ദൈവത്തെ പോലെ മറ്റൊരു ദൈവമായി എനിക്ക് മാറണം, എനിക്ക് ദൈവത്തോടൊപ്പം എത്തണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഈ ആദ്യത്തെ ഹൗവയിലുണ്ടായി. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം വളരാനാണ് ദൈവം എല്ലാ മനുഷ്യരെയും വിളിക്കുക. ദൈവത്തോളം വളരാനല്ല, ദൈവത്തോളം എത്താനല്ല, ദൈവത്തിന് മുമ്പ് ഒപ്പം നിൽക്കാനല്ല, ദൈവത്തിൻ്റെ താഴെ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കാനാണ് ദൈവത്തിൻ്റെ വചനം സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 8 നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ്. അതിൻ്റെ ഒരു വലിയ ആത്മീയ പരിവേഷം ഇതാണ്. പരിശുദ്ധ അമ്മയെ തേടി നമ്മൾ ഈ 8 ദിവസവും ഈ പോട്ട ആശ്രമത്തിൽ ഈ പരിശുദ്ധ അമ്മയുടെ മനോഹരമായ തിരുസ്വരൂപം കൊള്ളുന്ന ഈ ഹോളിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അമ്മ പറയും, ഞാൻ ദൈവത്തോളം എത്തിയിട്ടില്ല, ഞാനല്ല ദൈവം, ഞാൻ ദൈവത്തോളം എത്തിയിട്ടില്ല എന്ന് അമ്മ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ശിരസ് കുനിച്ച് നിന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒപ്പം ഈ അമ്മ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നീ ദൈവത്തോളം വളർന്നോ? അല്ലെങ്കിൽ ദൈവത്തോളം വളർന്ന എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഈ പരിശുദ്ധ അമ്മ ഈ 8 നോമ്പിൽ നമ്മളോട് ധ്യാനിക്കാൻ പറയുന്നുണ്ട്. ദൈവത്തോളം വളർന്ന പലതും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിങ്ങനെ വളർന്ന് പൊങ്ങി ദൈവത്തെ മറച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തെ മറച്ചു കളഞ്ഞിരിക്കുന്ന ചിലതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്ന് ഉയർന്നു നിൽക്കുകയാണ്. അത് ദൈവത്തെ മറച്ചു കളഞ്ഞു നമ്മളിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ വായിക്കും, ഹൗവ ദൈവത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവളാണ്. പക്ഷേ അന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് അന്ന് ആ ഏദൻ തോട്ടത്തിൽ ദൈവമില്ല. ദൈവത്തിൽ നിന്ന് അവൾ മാറി നടന്നു. ദൈവത്തിൽ നിന്ന് മാറി അവൾ തനിച്ച് നടന്നൊരു ദിവസം അവളുടെ ജീവിതത്തിലുണ്ടായി. അന്ന് അവളുടെ മുമ്പിൽ ഉയർന്നു നിന്നത് പാപത്തിൻ്റെ ആ കനി വിളഞ്ഞു നിൽക്കുന്ന മരമാണ്. ആ മരത്തിൻ്റെ മറവിൽ അവൾ ദൈവത്തെ കണ്ടില്ല. ആ മരത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവൾ കണ്ടത് സർപ്പത്തെയാണ്, പിശാചിനെയാണ്. അങ്ങനെ ആ പിശാചിൽ നിന്ന് കരം നീട്ടി അവൾ ആ കനി പറിച്ച് അത് ഭക്ഷിച്ചുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 8 നോമ്പിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ വിചാരം ഇതാണ്: നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ പാപത്തിൻ്റെ ചില മരങ്ങളിങ്ങനെ ഉയർന്ന് വളർന്ന് നിൽപ്പുണ്ട്. അതിങ്ങനെ വിശിഷ്ടമായ പഴങ്ങൾ നീട്ടിത്തന്നുകൊണ്ട് വാങ്ങി ഭക്ഷിക്കാൻ, കണ്ടാസ്വദിക്കാൻ, ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒക്കെ, അത് പകർന്നു കൊടുക്കാനൊക്കെ നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് അനുദിനം ഇങ്ങനെ അതിൻ്റെ ശിഖരങ്ങൾ നീട്ടിത്തരുന്നുണ്ട്. ആ ശിഖരങ്ങൾ ഇങ്ങനെ നീട്ടി തന്നു നിൽക്കുമ്പോൾ അതിൻ്റെ മറവിൽ ദൈവത്തെ നമ്മൾ മറന്നു പോകുന്നു, ദൈവത്തെ നമ്മൾ കാണാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ അമ്മ നമുക്ക് 8 നോമ്പിൽ ഓർമ്മിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ മറച്ചു കളയുന്ന ചില കാഴ്ചകൾ, ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ, ചില മേഖലകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് ദൈവത്തോളം ഉയർന്നു നിൽക്കുന്നത്. അത് ചിലപ്പോൾ ഞാനാകാം, ഞാൻ തന്നെ, എൻ്റെ ഇഷ്ടങ്ങളാകാം. അതിങ്ങനെ ദൈവത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു. ദൈവത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി ഉണ്ടാകാം, ദൈവത്തെക്കാൾ അധികം ഉയർന്നു നിൽക്കുന്ന മക്കളുണ്ടാകാം, ദൈവത്തെക്കാൾ അധികം എനിക്ക് ഇഷ്ടമുള്ള ചില സന്തോഷങ്ങൾ, ചില ഇഷ്ടങ്ങൾ, ചില താല്പര്യങ്ങൾ, ചില അഭികാമ്യങ്ങൾ ആയ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടാകാം. അതെല്ലാം ഇങ്ങനെ വളർന്ന് ദൈവത്തെ മൂടിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഹൗവയെ പോലെ, ആ കനി നീട്ടി ഭക്ഷിച്ച് നിൽക്കുന്ന ഹൗവയുടെ പോലെ, ആ ഹൗവയുടെ പുറന്തള്ളപ്പെട്ട മക്കളാണ് എന്ന് തിരിച്ചറിയുക. മരണം ഈ ലോകത്തിലേക്ക് തന്ന ആ അമ്മയുടെ മക്കളായിട്ട് നമ്മൾ ഇപ്പോഴും തുടരുകയാണ്. ജീവൻ നൽകുന്ന കന്യകാമറിയത്തിൻ്റെ മക്കളായി നമ്മൾ മാറിയിട്ടില്ല എന്ന് ഈ വചനഭാഗം നമുക്ക് ഉറപ്പ് തരുന്നു. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പിതാവിൻ്റെ പേര് ജോവാക്കീം എന്നായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ പേര് അന്ന എന്നുമായിരുന്നു.
ജോവാക്കിം എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിനായി ഒരുക്കപ്പെട്ടവൻ എന്നാണ്. ദൈവത്തിനായി ഒരുക്കപ്പെട്ടവൻ. അന്ന എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം എന്നാണ്. ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാനമായ ഒരു അപ്പനും അമ്മയും ചേർന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാനിച്ചാൽ ഇത് രണ്ടും ചേരുന്നതാ. അവൾ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവളും ദൈവത്തിൻ്റെ ദാനവുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരപ്പൻ, ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞൊരമ്മ, ഇവർ രണ്ടുപേരും ചേരുമ്പോഴാണ് പരിശുദ്ധ അമ്മ കന്യകാമറിയം ജനിക്കുന്നത്. ഈ പിറവി തിരുനാളിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് അമ്മയുടെ ജീവിതം. ഇത് രണ്ടും ഓർമ്മപ്പെടുത്തുക. ഈ അപ്പനെയും ഈ അമ്മയെയും ഈ അമ്മ മറിയം സ്ഥിരമായി ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള തിരിച്ചറിവ്. ദൈവത്തിൻ്റെ ദാനമാണിതല്ല, ഞാൻ ദൈവത്തോളം എത്തിയതല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ നമ്മളുടെ ഈ തലമുറയിൽ വന്നു പോകുന്ന വലിയൊരു കുറവ് നമ്മൾ പരിഹരിക്കേണ്ട, അമ്മമാരാവിൻ്റെ മുമ്പിലിരുന്ന് ധ്യാനിച്ച് നമ്മൾ നവീകരിക്കേണ്ട മേഖലയൊന്ന് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവത്തിന് വേണ്ടി നൽകപ്പെട്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തലമുറയിൽ നമുക്ക് നഷ്ടപ്പെടുന്നതും അതുതന്നെയാണല്ലോ. നമുക്ക് ദൈവ വിചാരം, ദൈവ ദാനമാണെല്ലാം എന്നുള്ള കാഴ്ചപ്പാട് കുറഞ്ഞു പോവുക. ഞാൻ ഈ നാളുകളിൽ എന്നെ ഏറെ വേദനിപ്പിച്ചൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞാൻ ഈ പോപ്പുർ മിഷൻ ധ്യാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരച്ഛനാണ്. ഓരോ ഇടവകളിൽ കൂടെയാണ് ഇങ്ങനെ ഓരോ ആഴ്ചയിലും ധ്യാന ശുശ്രൂഷയുമായിട്ടൊക്കെ പോവുക. ഈ അടുത്ത നാളുകളിൽ ഒരു കേരളത്തിൻ്റെ ഒരു സമ്പന്നമായ പ്രദേശത്ത്, ഒരു ടൗണിൽ, ഒരു നഗരപ്രദേശമാണ്, അവിടെ നമ്മുടെ ഒരു പോപ്പുർ മിഷൻ ധ്യാനം നടന്നു. പ്രിയപ്പെട്ടവർ, വലിയൊരു ഇടവക, 10,000-2000-ഓളം കുടുംബങ്ങളുള്ള വലിയൊരു ഇടവകയിൽ പോപ്പുർ മിഷൻ ധ്യാനം നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ആളുകൾ പതാകയൊക്കെ കയ്യിൽ പിടിച്ച് പേപ്പർ പതാകയുടെ കീഴിൽ അണിനിരന്ന് യേശുനാമം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും പ്രഭാതത്തിനും സായാഹ്നത്തിനും ഓരോ കുടുംബ യൂണിറ്റുകളിൽ നിന്നും ആളുകൾ ഇങ്ങനെ റാലിയായിട്ട് ഈ വചനകൂടാരങ്ങളിലേക്ക് വരും. ഇടവകയെ പലതായി തിരിച്ച് ഓരോ സ്ഥലത്തും ഇങ്ങനെ വചനം കേൾക്കാൻ വേണ്ടി ആളുകൾ വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞങ്ങളെ ധ്യാനിപ്പിക്കുന്ന സെൻറ്ററിലേക്ക് ഞങ്ങളിങ്ങനെ പോവുക റാലിയുടെ കൂടെ, ഞാനും ഉണ്ട് ആ കൂടെ. അങ്ങനെ ആളുകളെല്ലാം ഈ പതാകയുടെ കീഴിൽ അണിനിരന്ന് യേശുനാമവും മുദ്രാവാക്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞിങ്ങനെ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ആ കൂട്ടായ്മയിലുള്ള ആ ഇടവകയിലുള്ള ആ കൂട്ടായ്മയിലുള്ള ഒരു കുടുംബം അവരുടെ വീടിൻ്റെ മുമ്പിലൂടെയാണ് കടന്നു പോവുക. അവർ ഇങ്ങനെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്. അവർ രണ്ടുപേരും നമ്മുടെ കത്തോലിക്ക സ്ഥാപനത്തിൽ അനേക വർഷക്കാലം ജോലി ചെയ്തൊരു കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്തവരാണ് ഇവർ രണ്ടുപേര് റിട്ടയർഡാണ്. മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു നല്ല നിലയിലാണ്, വളരെ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന നിലയിൽ മക്കളെല്ലാം പഠിച്ച് അപ്പനെ അമ്മയെക്കാളും മിടുക്കരായി, അങ്ങനെയൊക്കെ എല്ലാം സമൃദ്ധമായിട്ട് നിൽക്കുന്നൊരു കുടുംബം. അങ്ങനെ നമ്മുടെ കത്തോലിക്ക സഭയുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അതിൻ്റെ പെൻഷൻ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ രണ്ടുപേർക്കും കൂടെ ഓരോ മാസവും പെൻഷനായിട്ട് കിട്ടും. അതും കൈപ്പറ്റി വളരെ സുഖമായിട്ട് നല്ല ഒന്നാന്തരം വീടൊക്കെ പണിത് ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ നല്ല സുഖകരമായിട്ട് താമസിക്കുന്നൊരു കുടുംബം. പ്രിയപ്പെട്ടവരെ, എന്നെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യം, ഇത്രയേറെ ദൈവം അനുഗ്രഹിച്ചൊരു കുടുംബം, ഇത്രയേറെ ദൈവം കൃപ നൽകിയൊരു കുടുംബം, ആത്മീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞൊരു കുടുംബം. ഇനി സാമൂഹികമായിട്ട് ചിന്തിച്ചാൽ പോലും കത്തോലിക്ക സഭയുടെ അംഗമായിരുന്നത് കൊണ്ട് അതിനോട് ചേർന്ന് നിന്ന് ആ കത്തോലിക്ക സഭയുടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്ത് അതിൻ്റെ സാമ്പത്തികം കൊണ്ട് മെച്ചപ്പെട്ട ഒരു കുടുംബം, ഇന്നും അതിൻ്റെ ആ വലിയ ഔദാര്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആ ഇടവകയിൽ 6 ദിവസത്തെ ധ്യാനം നടക്കുകയാണ്. അവരുടെ വീടിൽ നിന്നൊരു 5 മിനിറ്റ് പോലുമില്ല ഈ വചനകൂടാരത്തിലേക്ക് എത്താൻ. ഈ 6 ദിവസവും അത് പ്രഭാതത്തിലും സായാഹ്നത്തിലും അവരുടെ വീടിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ റാലിയായി ദൈവജനം ഇങ്ങനെ യേശുനാമം ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ റാലിയായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോലും ഇവർ ഈ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കാനൊരു മനസ്സ് തോന്നിയില്ല എന്നത് എന്നെ ഏറെ സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. ഒരു ദിവസം പോലും ഈ ധ്യാനത്തിലൊന്ന് വരാനുള്ള മനസ്സ് അവർക്കില്ല. യാതൊരു തിരക്കുമില്ല. റിട്ടയർഡായിട്ട് രണ്ടുപേരും വിശ്രമജീവിതം നയിക്കുന്നവരാണ്.
പ്രിയപ്പെട്ടവരെ, അതിനേക്കാളേറെ എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് ധ്യാനത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഈ റാലി കടന്നു വരുന്നത്. അപ്പോൾ ഒരു 5:45 കഴിയുമ്പോൾ ഈ റാലി ഇങ്ങനെ പുറപ്പെടും 6 മണിക്ക് തുടങ്ങാൻ വേണ്ടി. ഇവരുടെ വീടിൻ്റെ മുമ്പിലൂടെയാണ്. എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ്, ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ കയ്യിലൊരു പട്ടിയൊക്കെ പിടിച്ച് വൈകുന്നേരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ റാലി കാണാൻ വേണ്ടി അവർ ഈ പട്ടിയെയും പിടിച്ച് ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഈ പട്ടിയെയും കൈ പിടിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും, ഈ റാലി പോകുന്നത് കാണാൻ, ഈ പ്രദക്ഷിണം പോകുന്നത് കാണാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആത്മീയ ജീവിതം, ഈ സഭാജീവിതം ഒക്കെ ഒരു കാഴ്ച മാത്രമായി അതിൽ നിന്നെല്ലാം മാറി ഇങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. അത് മുതിർന്നവരുടെ ഇടയിലും ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലും എല്ലാം വളർന്നു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതം എന്ന് തിരിച്ചറിയാത്ത മനുഷ്യരിലാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാവുക, ഇങ്ങനെ ഒരു ഭയാനകമായ ചിന്താഗതി വളർന്നു വരിക. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 8 നോമ്പ് ആചരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ കൂടെ വളർന്ന അമ്മ, ദൈവത്തിൻ്റെ കൂടെ വളർന്ന അമ്മ, ആ അമ്മ നമ്മളോട് പറയുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതമെന്ന് തിരിച്ചറിയണം, ദൈവത്തിന് വേണ്ടി നൽകപ്പെട്ടതാണ് ഈ ജീവിതമെന്ന് തിരിച്ചറിയണം. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ കരം കൂപ്പി നിൽക്കാനായിട്ട് കഴിയണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ 8 നോമ്പിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പാൻ, ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കാൻ ഒക്കെ ഒരു മനസ്സ് രൂപപ്പെടുത്തണം. പരിശുദ്ധ അമ്മ ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് വസിച്ചു. ഹവ്വ ദൈവത്തിൽ നിന്ന് മാറി അവൾ സഞ്ചരിച്ചു, അവൾ തനിയെ സഞ്ചരിച്ചു. അവളുടെ മുമ്പിൽ അപ്പോൾ പാപത്തിൻ്റെ കനി കാണപ്പെട്ടു, അവളുടെ മുമ്പിൽ സാത്താൻ കാണപ്പെട്ടു. അങ്ങനെ ലോകത്തിൻ്റെ വശീകരണങ്ങൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, ലോകത്തിൻ്റെ ആ ആകർഷണങ്ങളെല്ലാം ഹവ്വയ്ക്ക് മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ഒത്തിരി ആസ്വാദനങ്ങൾ നമുക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ആസ്വാദനങ്ങൾ. ആ കുടുംബത്തോട് ഞാൻ ആ ദിവസങ്ങളിൽ ചോദിച്ചു, നിങ്ങൾ എന്തേ ധ്യാനത്തിന് വാ എന്ന് ഞാൻ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ വൈകുന്നേരം ഞങ്ങൾക്ക് നടക്കണം, അച്ഛാ വൈകുന്നേരം നടക്കാൻ പോകണം, ഞങ്ങൾക്ക് പതിവുള്ളതാണ്, അത് സാധാരണ ഞങ്ങൾ അത് ബ്ലോക്ക് ചെയ്യാറില്ല, അത് വേണ്ടെന്ന് വെക്കാറില്ല. പ്രിയപ്പെട്ടവരെ, എത്രയോ ബാലിശമായൊരു കാര്യം. തീർച്ചയായിട്ടും ആരോഗ്യ സംരക്ഷണം, അതിൻ്റെ ഒക്കെ സംരക്ഷണം നമുക്ക് വേണം. എങ്കിലും 15 വർഷത്തിൽ ഒരിക്കൽ ഒരു ഇടവകയിൽ ഒരു പോപ്പർ മിഷൻ ധ്യാനം വരുമ്പോൾ ആ നാട്ടിലെ എല്ലാ മനുഷ്യരും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിന് വേണ്ടി ഇങ്ങനെ ഓടിക്കിതച്ചെത്തുമ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ പകലൊത്തിരിയും ഒരു കുഴപ്പവുമില്ലാതെ വളരെ സുഖമായിട്ട് ഭക്ഷിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഈ പട്ടിയും കൂട്ടി നടക്കാൻ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഈ തൊട്ടടുത്ത വചനകൂടാരത്തിലേക്കൊന്ന് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഈ പാപവൃക്ഷത്തിൻ്റെ കനി, അതിൻ്റെ കാഴ്ചകൾ, അതിൻ്റെ സുഖങ്ങൾ, അതിൻ്റെ ആസ്വാദനങ്ങൾ മാടി വിളിക്കുന്നതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ പരിശുദ്ധ അമ്മ ഏറെ വേദനിക്കുന്നതും പരിശുദ്ധ അമ്മ നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുമായ ഒരു വലിയ വിപത്താണ്. നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ, നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ, നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. എത്ര ഉയർന്നാലും പരിശുദ്ധ അമ്മ എത്രത്തോളം ഉയർത്തപ്പെട്ടോ അത്രത്തോളം അവൾ താഴ്ന്നു കൊടുത്തു എന്നതാണ് അമ്മയുടെ ഒരു വലിയ മഹത്വം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് എപ്പോഴും പറയാനുള്ള ഒരു വലിയ ഹൃദയം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായി എന്നതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മഹത്വം. ഹവ്വ ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിച്ചപ്പോൾ ആ കനി ഭക്ഷിച്ച് എനിക്ക് ദൈവത്തെ പോലെ ആകണം, എല്ലാത്തിലും ദൈവത്തെ പോലെ ശക്തനായിട്ട് തീരണം, എല്ലാം അനുഭവിക്കണം, എല്ലാം ആസ്വദിക്കണം, ഒന്നിനും കുറവില്ലാതെ എനിക്കിങ്ങനെ ദൈവമായി തീരണമെന്നുള്ളൊരു ചിന്ത ഹവ്വയെ രൂപപ്പെട്ടപ്പോൾ എനിക്ക് ദൈവമാകണ്ട, ഞാൻ ഒരിക്കലും ദൈവത്തോളം ആകില്ല എന്ന് ചിന്തിച്ച ഒരു പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും ദൈവമാകില്ലെന്ന് ചിന്തിച്ച പരിശുദ്ധ അമ്മ, അമ്മയുടെ മക്കളാകാനുള്ള വിളിയാണ് 8 നോമ്പിൽ ഒന്നാമത് പരിശുദ്ധ അമ്മ നമുക്ക് തരിക. കരമുയർത്തി എന്ന് പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, ഈ 2 അമ്മമാരും തമ്മിലുള്ള രണ്ടാമത്തെ ഒരു വലിയ വ്യത്യാസം ഇതാണ്. ഈ 2 അമ്മമാരിൽ ഒരാൾ ദൈവത്തെ കണ്ടിട്ട് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഈ ഹവ്വ, ആദ്യത്തെ ഹവ്വ, അവൾ ദൈവത്തെ ഭയമില്ല എന്ന് മാത്രമല്ല അവൾക്ക് പിശാചിനെ പോലും ഭയമില്ലാത്ത ഒരു കാഴ്ച ബൈബിളിലുണ്ട്. അവൾ സർപ്പത്തോട് വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നു.
സർപ്പത്തോട് വളരെ ശാന്തമായിട്ട് അവൾ സംവാദനങ്ങൾ നടത്തുന്നു. എന്നാൽ നമ്മൾ ഈ രണ്ടാമത്തെ ഹവ്വയായ മറിയത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണും അവളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ വരുമ്പോൾ തന്നെ അവൾ ഭയപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവദൂതനെപ്പോലും ഭയത്തോടെ വീക്ഷിക്കുന്ന ദൈവഭയമുള്ള ഒരു മറിയത്തെ നമ്മൾ ഈ രണ്ടാം ഹവ്വയിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ നമുക്ക് ഈ 8 നോമ്പ് ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ തലമുറ നമ്മളുടെ ഇടയിൽ മുതിർന്നവരിലും ചെറുപ്പക്കാരിലും കുഞ്ഞുങ്ങളിലും ഇന്ന് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഈ അമ്മ ഈ 2-ാം ദിവസത്തിൽ, ഈ 6-ാം ദിവസത്തിൽ നമുക്ക് രണ്ടാമതായി ധ്യാനിക്കാൻ തരുന്നൊരു ചിന്തയാണ്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പോലും ഭയമില്ലാതെ, പിശാചിനെ പോലും ഭയമില്ലാതെ ഹവ്വ ഇങ്ങനെ നിൽക്കുക. പിശാചിൻ്റെ നേർക്ക് കൈ നീട്ടുന്നു, പിശാച് നീട്ടിത്തരുന്ന പഴം പറിക്കുന്നു, പിശാചിനോട് സംസാരിക്കുന്നു, പിശാചിനെ കേൾക്കുന്നു, പിശാചിനെ അനുസരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രതിഭാസം ഇന്ന് ഈ തലമുറയിൽ വളർന്നു വരുന്നുണ്ട്. പിശാചിനോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ വരുന്നുണ്ട്. പിശാചിനോട് സംവേദനം നടത്താൻ, ആശയവിനിമയം നടത്താനൊക്കെ നമ്മുടെ നഗരങ്ങളിലുള്ള ചെറുപ്പക്കാർ ഇഷ്ടം പോലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ആ പിശാചിനോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ, പിശാച് ആരാധനയിൽ ജീവിക്കാൻ, പിശാചുമായിട്ട് സംവാദനങ്ങളൊക്കെ നടത്താൻ ഇങ്ങനെ ആഗ്രഹിച്ചു വരുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ശക്തമായി നമ്മുടെയൊക്കെ കൊച്ചു പട്ടണങ്ങളിൽ പോലും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഭയത്തോടെ നിൽക്കുക എന്നതാണ് പരിശുദ്ധ അമ്മ നമുക്ക് 8 നോമ്പിൽ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യം. സാത്താൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ഭയത്തോടെ നിൽക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ പോലും ഭയത്തോടെ നിൽക്കേണ്ടവരാണ് നമ്മളെങ്കിൽ സാത്താൻ്റെ മുമ്പിൽ എത്രയോ ഭയത്തോടെ നിൽക്കണം നമ്മൾ. എത്രയോ ഭയപ്പെടണം അവനെ, എത്രയോ അവനെ മാറ്റി നിർത്തണം, എത്രയോ അവനിൽ നിന്ന് ഓടിപ്പോകണം. പ്രിയപ്പെട്ടവരെ, അതൊന്നും പരിശ്രമിക്കാതെ ഇങ്ങനെ പിശാചിനെ മാടി വിളിക്കുന്ന, പിശാചിനെ ആകർഷിക്കുന്ന, പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന, താല്പര്യപ്പെടുന്ന അതിൻ്റെ ഗ്രൂപ്പുകളും അതിൻ്റെ പ്രസ്ഥാനങ്ങളും അതിൻ്റെ ശാഖകളും ഒക്കെ ഇങ്ങനെ പട്ടണങ്ങൾ തോറും നാടുതോറും വളർന്നു വരുന്നൊരു സാഹചര്യത്തിലാണ് ഈ അമ്മമാതാവിൻ്റെ 8 നോമ്പ് നമ്മൾ ആചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, പിശാചിനെ ഭയപ്പെടണം. ഹവ്വായ്ക്ക് പറ്റിയൊരു അബദ്ധം അതാണല്ലോ. അവൾക്ക് പിശാചിനെ പോലും ഭയമില്ലാതായി. അവൾ കൈനീട്ടി ആ പാപത്തിൻ്റെ കനി അവൾ കൈനീട്ടി വളരെ സുഖകരമായി സന്തോഷത്തോടെ സ്വീകരിച്ചു ഭക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മമാതാവ് നമുക്ക് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്, പിശാചിനെ ഭയപ്പെടണം. ഇന്നത്തെ പുതിയ തലമുറയോട്, ഈ കാലഘട്ടത്തിൻ്റെ ഒരുപാട് പാപകരമായ അവസ്ഥകളിലേക്കൊക്കെ കടന്നു പോകുന്ന തലമുറയോട് അമ്മ നമുക്ക് വരുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്, പിശാചിനെ ഭയപ്പെടണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ദൈവഭയത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തെ സ്നേഹിച്ച് ദൈവഭയത്തിൽ ജീവിക്കുക. പിശാചിനോട് ബന്ധങ്ങൾ വേണ്ട, പൈശാചിക പ്രസ്ഥാനങ്ങളോട്, സാത്താൻ ആരാധനയോട് ഒക്കെ അകന്നു നിൽക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ തലമുറയിൽ ഈ 8 നോമ്പിൽ പരിശുദ്ധ അമ്മ നമുക്ക് രണ്ടാമതായി തരുന്നുണ്ട്. കരമുയർത്തിന്ന് പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, ഈ 2 അമ്മമാരും തമ്മിലുള്ള മൂന്നാമത്തെ ഒരു വലിയ പ്രത്യേകത നമ്മളിങ്ങനെ കാണും. അതിതെങ്ങനെയാണ്? ഒരിടത്ത് തൻ്റെ ജീവിത പങ്കാളിയോടൊത്ത് എന്നും ഉലാത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ, ഹവ്വയെ നമ്മൾ കാണുന്നുണ്ട്. ആദവും ഹവ്വയും ഒരുമിച്ചാണ് എന്നും യാത്ര ചെയ്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, അവൾ ആദ്യം ദൈവത്തെ മാറ്റി, അതിനുശേഷം അവൾ അവളുടെ ഭർത്താവിനെയും മാറ്റി. ഹവ്വ തന്നെയാണ് ഈ പാപത്തിൻ്റെ കനി ഭക്ഷിച്ച് അന്ന് ഏദൻ തോട്ടത്തിലൂടെ നടക്കുക. അവൾ തനിയെ നടക്കുകയാണ്. അവളുടെ ഒരു സ്വകാര്യത, അവളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് മാറി നിന്നുള്ള ഒരു സ്വകാര്യ സന്തോഷം അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ നസ്രത്തിലൊരു കന്യകയെ നമ്മൾ കാണുന്നുണ്ട്. അവൾ ഇങ്ങനെയാണ് ദൈവദൂതനോട് പറയുന്നത്. അവിടെ നമ്മൾ കാണും, ഈ നസ്രത്തിലെ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവൾ വിവാഹത്തിന് മുമ്പ് അവൾ പതിവ്രതയായിരുന്നു. അവളുടെ ഭർത്താവിനെ അറിഞ്ഞിരുന്നില്ല എന്ന് കൃത്യമായി അവൾ പറയുന്നുണ്ട്. ഒപ്പം പിന്നീട് ദൈവം അവളുടെ കരങ്ങളിലേക്ക് ഒരു ജീവിത പങ്കാളിയെ വെച്ചു കൊടുത്തപ്പോൾ എന്നും ആ ജീവിത പങ്കാളിയെ മാനിക്കുകയും സ്നേഹിക്കുകയും ആ യൗസപിതാവിനെ മരണം വരെയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണും. ഈ കാലഘട്ടത്തിൽ ഈ 2024 8 നോമ്പിൽ പരിശുദ്ധ അമ്മ ഈ തലമുറയോട് പറയുന്ന മൂന്നാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന്
ഈ കുടുംബങ്ങളിൽ ഒക്കെ സംഭവിക്കുന്ന വലിയൊരു അപകടകരമായൊരു മറ്റൊരു മേഖലയാണിത്. ജീവിത പങ്കാളിയിൽ നിന്ന് തനിച്ച് മാറിപ്പോകുന്ന ഒരുപാട് മക്കൾ, ഒരുപാട് വിവാഹിതർ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹേതര ബന്ധങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് പോലും ആ പുരുഷനെ അറിയില്ല എന്ന് പറയുന്ന ഒരു പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ ഒക്കെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക മക്കൾക്ക് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും ഒക്കെ അനേകം ബന്ധങ്ങൾ, അനേകം അരുതാത്ത ബന്ധങ്ങൾ, അനേകം അരുതാത്ത സൗഹൃദങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന മൂന്നാമത്തെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ മരണത്തിൻ്റെ മക്കളായി മാറുന്നതും. ഇന്ന് അനേകം കുടുംബങ്ങൾ ഹവ്വയുടെ കുടുംബങ്ങൾ പോലെ മരണത്തിൻ്റെ കുടുംബങ്ങളായി, നാശത്തിൻ്റെ കുടുംബങ്ങളായി മാറുന്നതിനുള്ള മൂന്നാമത്തെ കാരണം ഇതാണ്. ജീവിത പങ്കാളിയെ മാറ്റി നിർത്തിയുള്ള ഒറ്റയ്ക്കുള്ള ജീവിതയാത്രകൾ ഇന്ന് വിവാഹിതരിലും വിവാഹത്തിന് മുമ്പ് യൗവനത്തിലും കൗമാരത്തിലുമൊക്കെ എത്തിയ മക്കളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയാണ്, അവരുടെ വർദ്ധിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പരിശുദ്ധ അമ്മ ഈ 8 നോമ്പിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിത പങ്കാളിയോട് ചേർന്ന് ജീവിക്കണം. വിവാഹത്തിൻ്റെ പവിത്രത, അതിൻ്റെ വലിയ മഹനീയത പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹവ്വ ആദത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചു. അവൾ പിശാചിൻ്റെ സൗഹൃദം തേടുന്നു. ഏത് പിശാചിൻ്റെയും കൂടെ പോകാൻ, ഏത് പിശാചിനോട് സംസാരിക്കാൻ, ഏത് പിശാചിൽ നിന്നും എന്ത് വാങ്ങി കഴിക്കാനുള്ളൊരു മനസ്സ് ഈ ഹവ്വ രൂപപ്പെടുത്തി എന്നതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. പിശാചുമായി, അത്രയ്ക്കും തിന്മയുള്ള ഒരു വ്യക്തിയുമായി സൗഹൃദത്തിലാകാനും സംസാരിക്കാനും അവനോട് കൂട്ടുചേരാനും അവനിൽ നിന്ന് വിലക്കപ്പെട്ട കനികൾ വാങ്ങി ഭക്ഷിക്കാനും ഈ ആദ്യത്തെ സ്ത്രീ തയ്യാറായി എന്നതാണ് അവളുടെ വലിയ തിന്മ. അവളുടെ കുടുംബത്തിലേക്ക് മരണത്തെ കൊണ്ടുവരുന്നതിനുള്ള കാരണമായി മാറിയത് ആ തെറ്റായ സൗഹൃദവും ആ സൗഹൃദം സമ്മാനിച്ച ചില വിലക്കപ്പെട്ട കനികളുടെ ഭക്ഷിച്ചതുമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം നമുക്ക് മുമ്പിൽ ഈ കാലഘട്ടത്തിൻ്റെ തലമുറയോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ചിത്രം ഇതാണ്. അമ്മയുടെ ആ വലിയ മാതൃക, അമ്മയുടെ ആ വലിയ മാതൃക. വിവാഹത്തിന് മുമ്പ് അവൾ കന്യകയായിരിക്കുമ്പോൾ എത്രയോ വിശുദ്ധയായിരുന്നു, എത്രയോ പരിശുദ്ധയായിരുന്നു. ഞാനൊരു പുരുഷനെ അറിയുന്ന പോലുമില്ല എന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട്, ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കിയാണ് മറിയം പറയുന്നത്. ദൈവദൂതൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട്, മാലാഖയുടെ കണ്ണിൽ, ദൈവപിതാവിൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട്, ദൈവമേ, എനിക്കൊരു പുരുഷനെ പോലും അറിയില്ല എന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ആ ഹൃദയ പരിശുദ്ധി, ശാരീരിക പരിശുദ്ധി, ആത്മീയ പരിശുദ്ധി കന്യകാമറിയത്തിനുണ്ടായിരുന്നു എന്നത് ഈ തലമുറയിൽ നമ്മളെല്ലാം ധ്യാനിക്കേണ്ട ഒരു മേഖലയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് കുടുംബജീവിതത്തിലേക്കും പരിശുദ്ധ അമ്മ വിളിക്കപ്പെട്ട് കഴിയുമ്പോൾ, യബുസെ കരം ചേർത്ത് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണും മരണം വരെ, ദൈവമേൽപ്പിച്ച ആ നിമിഷം മുതൽ യബുസേപ്പിൻ്റെ മരണം വരെ പരിശുദ്ധ അമ്മ യബുസേപ്പിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതായി നമ്മൾ കാണും. യബുസേപ്പിൻ്റെ പിന്നാലെ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, ഒരു സങ്കടങ്ങളില്ലാതെ, ആവലാതികളില്ലാതെ ഇങ്ങനെ മറിയം മരുഭൂമിയിലും കാലിത്തൊഴുത്തിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നമ്മൾ കാണും. അവസാനം യബുസെപിതാവിനെ കുറിച്ചുള്ള പാരമ്പര്യത്തിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണല്ലോ, യബുസെപിതാവ് മരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പരിചരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യബുസെപ്പ് മരിച്ചത് എന്നും, അങ്ങനെയാണ് യബുസെപ്പിൻ്റെ മരണത്തെ ഭാഗ്യപ്പെട്ട മരണമെന്നും, ഭാഗ്യപ്പെട്ട മരണത്തിൻ്റെ മധ്യസ്ഥനായ യബുസെപ്പിനെ സഭ വണങ്ങുവാനുള്ള കാരണവും അതാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജീവിത പങ്കാളിയോട് ചേർന്ന് ജീവിക്കുക. ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നൊരു ബന്ധം എനിക്കില്ല. ജീവിത പങ്കാളിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ബന്ധം, ഒരു യാത്ര, ഒരു സൗഹൃദം, ഒരു സംഭാഷണം, ഒരു അരുതാത്ത ആസ്വാദനങ്ങൾ ഇതെനിക്കില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ തലമുറയിൽ പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരു ചിന്ത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ രണ്ടമ്മമാർ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, അടുത്ത വലിയൊരു വ്യത്യാസം ഇതാണ്. ഈ ആദ്യത്തെ അമ്മ ഈ ദൈവ സാന്നിധ്യത്തിലൊക്കെ വളർന്ന, ഒരേപോലെ രണ്ടുപേരും ദൈവസന്നിധിയിൽ വളർത്തപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെങ്കിൽ ഈ അമ്മ ഈ ലോകത്തിലേക്ക് മരണത്തെ കൊണ്ടുവന്ന, നാശത്തെ കൊണ്ടുവന്ന അമ്മ, ആ മരണത്തെ, നാശത്തെ കൊണ്ടുവരാൻ അവൾ കാണിച്ച നാലാമത്തെ
നടപടി, അവളുടെ ജീവിതത്തിലെ നടപടി ഇതാണ്. അവൾ ഈ ലോകത്തിലേക്ക് അവളുടെ ബന്ധങ്ങളെ മുഴുവൻ മുറിച്ചു കളഞ്ഞു എന്നതാണ്. ബന്ധങ്ങളില്ലാത്ത, ബന്ധങ്ങൾ തകർത്ത ഒരു മകളായി ആദ്യത്തെ ഹൗവ മാറി. എന്നാൽ രണ്ടാമത്തെ ഹൗവ മറിയം, അവൾ ബന്ധങ്ങളെയെല്ലാം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതായി നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ബന്ധങ്ങളെയെല്ലാം പവിത്രമായി കാണുന്ന പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ഒക്കെ എന്തുകൊണ്ടാണ് മരണസംസ്കാരം വളരുന്നത്? എന്തുകൊണ്ടാണ് മരണസംസ്കാരം ഇങ്ങനെ വളർന്നു വരുന്നത്? ജീവൻ ഇങ്ങനെ വരണ്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് നാലാമത്തെ ഒരു കാരണം ബന്ധങ്ങൾ അറ്റുപോകുന്നു എന്നതാണ്. ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു, സ്വകാര്യതകളിലേക്ക്, തന്നിഷ്ടങ്ങളിലേക്ക് വരുന്നു. ഇവിടെ ആദ്യത്തെ ഹൗവ ബന്ധങ്ങളെല്ലാം മാറ്റുകയാണ്. ആദ്യം ദൈവത്തെ അവൾ മാറ്റിക്കളഞ്ഞു, പിന്നീട് അവളുടെ ജീവിത പങ്കാളി അവൾ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അവളിങ്ങനെ തനിച്ച് അവളുടെ ആ ബന്ധ തകർച്ചയിൽ ഇങ്ങനെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം അറുത്ത് മുറിച്ച് കളഞ്ഞ ഒരു ഹൗവയെ പറുദീസയിൽ ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ, ഇപ്പറേ നസ്രത്തിൽ നമ്മൾ കാണുന്ന ആ കന്യകയിൽ ഒരു വലിയ പ്രത്യേകത നമ്മൾ കാണും. അതിങ്ങനെയാണ്, അവൾ എല്ലാ ബന്ധങ്ങളെയും പവിത്രമായി കാണുന്നു. ദൈവബന്ധത്തെ അവൾ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടു. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു അമ്മയില്ലല്ലോ. ഇതുപോലെ മാനവകുലത്തിൽ ദൈവത്തെ മാനിച്ച, ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ അമ്മ കുടുംബത്തിന് വേണ്ടി ജീവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഒരയൽക്കാരി എന്ന നിലയിൽ, ഒരു ബന്ധു എന്ന നിലയിൽ ഒക്കെ പരിശുദ്ധ അമ്മയുടെ ആ ബന്ധത്തിൻ്റെ ആഴം നമ്മൾ കാണുന്നുണ്ട്. ആരും കാണാത്തത് കണ്ട് അതാരും അറിയുന്നതിന് മുമ്പേ പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു അമ്മ കാനായിലെ വീട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തൊരു ബന്ധങ്ങളിലൊക്കെയുള്ള എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ്. അമ്മയ്ക്ക് പരിചയമില്ലാത്തൊരു വീട്, ആ വീട്ടിലൊരു കുറവ് വരുമ്പോൾ അത് കണ്ടറിഞ്ഞ് ആ വീട്ടിലെ ഗൃഹനാഥൻ പോലും അറിയുന്നതിന് മുമ്പേ അത് പരിഹരിച്ച് തീർക്കണം, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് ചിന്തിക്കാനുള്ള ഒരു സ്നേഹത്തിൻ്റെ ഹൃദയം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ഹൃദയം ഇന്ന് നഷ്ടപ്പെടുക. ബന്ധങ്ങൾ ഇന്ന് വരണ്ടു പോവുകയാണ്. ബന്ധങ്ങളില്ല. കുടുംബത്തിൽ പോലും അപ്പനും അമ്മയും തമ്മിൽ ബന്ധമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല, മക്കൾ തമ്മിൽ ബന്ധമില്ല, സഹോദരങ്ങൾ തമ്മിൽ ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ മാറുകയാണ്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു കൂരയ്ക്കുള്ളിൽ ജീവിക്കുന്നു, ഇങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു. കുടുംബം എന്ന പേരിലൊക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഈ തലമുറയിൽ വളർന്നു വരുന്നുണ്ട്. കുടുംബത്തിൻ്റെ അകത്ത് പോലും ഊഷ്മളമായ സ്നേഹമില്ലാത്ത വരണ്ട ജീവിതങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നു, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം. ബന്ധങ്ങൾ അറ്റുപോയാൽ മരണം വരും, ബന്ധങ്ങൾ അറ്റുപോയാൽ നാശം വരും. ഇത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തല. അമ്മ എന്ത് വിശാലമായി സ്നേഹിച്ചൊരു വ്യക്തിയാണ് അല്ലേ? ഞാൻ വചനത്തിൽ നമ്മൾ വായിക്കുമല്ലോ, അമ്മ സ്നേഹിച്ച വിശാലത. അമ്മയുടെ കുടുംബത്തെ മാത്രമല്ല, ഈശോ പറഞ്ഞതുപോലെ നീ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം. ഏറ്റവും വലിയ സ്നേഹം അതാണ്. ശത്രുവിന് വേണ്ടി കൂടി ജീവിക്കണം. അതാണ് ഈശോ പഠിപ്പിച്ചൊരു പാഠം. അത് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണും. തൻ്റെ മകനെ ഒറ്റക്കൊടുത്ത, തൻ്റെ മകനെ തള്ളിപ്പറഞ്ഞ, തൻ്റെ മകനെ കുരിശിലേറ്റിയ, അവൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷത്തിൽ അവനെ ഇട്ടിട്ട് പോയ ആ 12 പേരെയും അമ്മ ഹൃദയത്തിൽ സ്നേഹിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കും. ഈശോ മരിച്ചു കഴിയുമ്പോൾ അവരെ 12 പേരെ അമ്മ വിളിച്ചു കൂട്ടുകയാണ്. അവർ 11 പേരെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മ ഇരുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഏതമ്മയ്ക്കാ പറ്റുക? ഏതൊരമ്മയ്ക്കാ പറ്റുക? തൻ്റെ മകൻ്റെ മരണത്തിന് കാരണമായ, തൻ്റെ മകൻ്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച 11 കൂട്ടുകാരും അവനെ തള്ളിപ്പറഞ്ഞിട്ട് പോയപ്പോൾ, അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ 11 പേരെയും വീണ്ടും ചേർത്തിരുത്തി അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, അവരുടെ കൂടെ നിന്ന് അവരെ ബലപ്പെടുത്താനൊക്കെ ഒരമ്മയ്ക്ക് കഴിയുക എന്നത് ബന്ധങ്ങളിൽ ആ അമ്മ കൊടുത്ത വലിയ ആഴമാണ്. ബന്ധങ്ങളിൽ ആ അമ്മ കൊടുത്ത വലിയ ആഴമാണ്. പാരമ്പര്യത്തിൽ ഇങ്ങനെയാണ് പറയുക, പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സങ്കടം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്. അത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ മരിച്ചതിനേക്കാൾ, ഈശോയുടെ പാടുപീടകളേക്കാൾ വേദന തോന്നിയൊരു കാര്യം
യൂദാസ് ഈശോയുടെ സ്നേഹം തിരിച്ചറിയാതെ അവൻ ആത്മഹത്യ ചെയ്തല്ലോ എന്നതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ നൊമ്പരമെന്നാണ് പാരമ്പര്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധം തകർന്നു പോയല്ലോ, ആ കുഞ്ഞ് കൈവിട്ടു പോയല്ലോ, ആ കുഞ്ഞ് നാശത്തിലേക്ക് പോയല്ലോ, എൻ്റെ ഹൃദയം മനസ്സിലാക്കിയില്ലല്ലോ, എൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ലല്ലോ എന്നതാണ് യൂദാസിൻ്റെ തകർച്ചയുടെ കാരണമെന്ന് തിരിച്ചറിയുന്നതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ നൊമ്പരം. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ, ഈ തലമുറയിൽ, ഈ 8 നോമ്പ് തിരുനാളിൽ പരിശുദ്ധ കന്യകാമറിയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ജീവനുണ്ടാകാൻ, നമ്മുടെയൊക്കെ ഈ തലമുറയിൽ സമൃദ്ധമായി ജീവനുണ്ടാകാൻ നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകണം. കുടുംബത്തിൻ്റെ അകത്തും ഇടവകയുടെ തലങ്ങളിലും ശുശ്രൂഷ മേഖലകളിലും ഒക്കെ ഈ പ്രിയപ്പെട്ടവരെ നല്ല ബന്ധങ്ങൾ രൂപപ്പെടുമ്പോഴാണ് അവിടെ തീർച്ചയായും ജീവനുണ്ടാവുക, സമൃദ്ധമായ ജീവനുണ്ടാവുക. ഇല്ലെങ്കിൽ ബന്ധങ്ങൾ ഇങ്ങനെ മുറിഞ്ഞ് ഹവ്വയെപ്പോലെ മരണത്തിൻ്റെ മക്കളായി നമ്മൾ മാറും. ഹവ്വയെപ്പോലെ പുറന്തള്ളപ്പെട്ട മക്കളായി, വരണ്ടുണങ്ങി തഴയപ്പെട്ടവരായി നമ്മൾ മാറുമെന്ന് ഈ 8 നോമ്പിൽ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനചിന്തകൾ ഈ അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിലിരുന്ന് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമാക്കി മാറ്റാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ജീവൻ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു, ജീവനെ കൊണ്ടുവരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. അതിനമ്മ ലളിതമായ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അമ്മ പറയുന്നു, നമ്മൾ ദൈവത്തോളം ആരും എത്തില്ല, ദൈവത്തോളം ഈ ലോകത്തിൽ ഒന്നും എത്തില്ല. എല്ലാറ്റിലും ഉപരി ദൈവം ഉയർന്നു നിൽക്കണം. ദൈവത്തിന് താഴെ മാത്രമേ എൻ്റെ ജീവിതം, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കൾ, എൻ്റെ കഴിവുകൾ, ഇതെല്ലാം ദൈവത്തിന് താഴെ മാത്രമേ നിൽക്കാവൂ. പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുക, ദൈവത്തോളം ഉയരരുത് കേട്ടോ. ദൈവത്തോളം ഉയർന്ന് ദൈവത്തെ ഒന്നും മറച്ചു കളയരുത്. നിൻ്റെ സമ്പത്ത് കയറിക്കഴിയുമ്പോൾ, നിൻ്റെ വരുമാനം കയറിക്കഴിയുമ്പോൾ, നിൻ്റെ കഴിവുകൾ വർദ്ധിച്ചു കഴിയുമ്പോൾ അത് ദൈവത്തെ മറച്ചു കളയരുത്. നിൻ്റെ ജീവൻ നഷ്ടപ്പെടും. നീ മരണത്തിൻ്റെ മകളുമായിട്ട് മാറുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. രണ്ടാമത് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്, പിശാചിൽ നിന്ന് അകന്ന് കഴിയണം. പിശാചുമായിട്ടുള്ള സമ്പർക്കങ്ങൾ പാടില്ല. ദൈവഭയത്തോടെ ജീവിക്കണം. സാത്താൻ്റെ ആഡംബരങ്ങൾ, സാത്താനുമായിട്ടുള്ള ബന്ധങ്ങൾ, ആഭിചാര പ്രക്രിയകൾ, സാത്താൻ ആരാധന, ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്നീ തലമുറയോട് പരിശുദ്ധ അമ്മ പറയുക. മൂന്നാമത്, ജീവിത പങ്കാളിയോട് ചേർന്ന് നിൽക്കണം. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും പരിശുദ്ധ അമ്മ ഈ തലമുറയോട് പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഹവ്വ തൻ്റെ ജീവിത പങ്കാളിൽ നിന്ന് മാറി പിശാചുമായിട്ട് സൗഹൃദത്തിലായി. അവനുമായി അവൻ്റെ കനി ഭക്ഷിക്കുന്നു. വിലക്കപ്പെട്ടതൊക്കെ അവൾ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മരണം കൈവരിക, അവിടെയാണ് മരണം വരിക. പ്രിയപ്പെട്ടവരെ, ജീവനുണ്ടാകാൻ ദൈവത്തോട് ചേരുക, ജീവിത പങ്കാളിയോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മ നാലാമതായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്, ബന്ധങ്ങൾക്ക് വില കൊടുക്കുക. ബന്ധങ്ങൾ അറ്റുപോവുക. ഇന്ന് ഫോൺ കോളിലൊക്കെ മാത്രമായി നമ്മുടെ ബന്ധങ്ങൾ ഒതുങ്ങുകയല്ലേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാപിതാക്കളുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോലും വരാൻ പറ്റാതെ മക്കളൊക്കെ ഇങ്ങനെ ദൂരങ്ങളിൽ നിന്നു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. മക്കൾ വരാൻ വേണ്ടി അമ്മയുടെ കാത്തിരിപ്പ് ഇന്ന് മോർച്ചറിയിൽ ദിവസങ്ങളോളം നീളുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും സമൃദ്ധമല്ലേ. അമ്മയുടെ കാത്തിരിപ്പ് ഇന്ന് തുടരുകയാണ്. അതിങ്ങനെ അവസാനം മോർച്ചറിയിൽ പോലും അമ്മ എത്രയോ ദിവസമാണ് കാത്തിരിക്കുക മക്കൾ വരാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബന്ധങ്ങൾ ഇങ്ങനെ വരണ്ട് പോകുന്നിടത്ത് കുറച്ചുകൂടി ബന്ധം ഉണ്ടാകാൻ, ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഈ 8 നോമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളിപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദരപൂർവ്വം ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാനായി ഒരുങ്ങാം. സാധിക്കുന്ന എല്ലാവരും മുട്ടുമേ നിൽക്കുക. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ,
കർത്താവേ. മാലാഖമാരും ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ എല്ലാവരും ചേർന്ന് പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. കരങ്ങൾ വീശി പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ മറിയത്തോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധ മറിയത്തോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. കരങ്ങൾ വീശി പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. കരങ്ങൾ കൂപ്പി യൗസേപ്പിതാവിനോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. യൗസേപ്പിതാവിനോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. കരങ്ങൾ വീശി പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധ മറിയത്തോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. എല്ലാവരും ചേർന്ന് പാടിക്കേ. പരിശുദ്ധ അമ്മയോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധ മറിയത്തോടൊപ്പം പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. കരങ്ങൾ കൂപ്പി നമുക്ക് ദിവ്യകാരുണ്യ സന്നദ്ധിയിലായിരിക്കാം. കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങെനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ
എനിക്ക് വേഗം ഉത്തരമരുളണമേ. കർത്താവേ, എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്നും മുഖം മറക്കരുതേ. തമ്പുരാൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഈ പ്രാർത്ഥനയൊന്ന് ദൈവസന്നിധിയിൽ ഉയർത്താം. ദൈവമേ, എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്നും മുഖം മറക്കരുതേ. ദൈവമേ, എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്നും മുഖം മറക്കരുതേ എന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാം കഷ്ടതയുടെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോവുക. ആത്മീയമായ കഷ്ടത, മാനസികമായ കഷ്ടത, ശാരീരികമായ ഭൗതികമായ കഷ്ടതകൾ, ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ദൈവമേ, അങ്ങനിൽ നിന്നും മുഖം മറക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ മുഖം മറച്ചങ്ങിൽ നിന്ന് അകന്നു പോകുമ്പോഴും അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറക്കരുതേ, അങ്ങ് കൂടെ വരണവേ എന്ന് പ്രാർത്ഥിച്ചേ. ഹവ്വാ ദൈവത്തിൽ നിന്ന് മുഖം മറച്ച് യാത്ര ചെയ്തു. അവൾ ദൈവത്തിൽ നിന്ന് അകന്ന് തനിയെ യാത്ര ചെയ്തു. അവൾ അവളുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ട് തനിയെ യാത്ര ചെയ്തു. അങ്ങനെ അവൾ കഷ്ടതയിലെത്തി, അവൾ നാശത്തിലെത്തി, അവൾ മരണത്തിലെത്തി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ എല്ലാം ജീവിതം, കർത്താവേ, ഞങ്ങളുടെ എല്ലാം ജീവിതം ഇങ്ങനെയാണ്. നിന്നെ കൈവിട്ട് കഷ്ടതയിലെത്തിയവരാണ് ഞങ്ങൾ. നിന്നെ മറന്ന് കഷ്ടതയിലെത്തിയവരാണ് ഞങ്ങൾ. ദൈവമേ, ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ തകർത്ത് ഇന്ന് വലിയ മാനസിക കഷ്ടതയിലൂടെ നീങ്ങുന്നവരാണ് ഞങ്ങൾ. ദൈവമേ, നീ നൽകിയ ഒരുപാട് ഭൗതിക നന്മകൾ അത് നഷ്ടപ്പെടുത്തിയിട്ട് ഇന്ന് വലിയ കഷ്ടതയിലൂടെ നീങ്ങുന്നവരാണ് ഞങ്ങൾ. കർത്താവേ, ഞങ്ങളിൽ നിന്ന് അങ്ങ് മുഖം മറക്കരുതേ. കർത്താവേ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേഗം ഉത്തരം അരുളണമേ. നമ്മുടെ ജീവിതത്തെ കർത്താവിന് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായി തുറന്നു വെച്ചു. ഞാൻ പൂർണ്ണമായും ദൈവമേ നിൻ്റെതാണെന്ന് ഏറ്റു പറഞ്ഞ്, നിൻ്റെ ദാനമാണെന്ന് ഏറ്റു പറഞ്ഞ്, നിനക്കായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഏറ്റു പറഞ്ഞ് പരിശുദ്ധ അമ്മ ദൈവദൂതൻ്റെ മുമ്പിൽ അടിയറവ് വെച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഭയപ്പാടുകളെ, കുറവുകളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ വീഴ്ചകളെ, നമ്മുടെ തിന്മകളെ, നമ്മുടെ നഷ്ടങ്ങളെ എല്ലാം ദൈവതിരുമുമ്പിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ കഷ്ടതകളെ ദൈവതിരുമുമ്പിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ വീഴ്ചകളെ ദൈവമുമ്പിൽ തുറന്നു വയ്ക്കാം. നമ്മളുടെ പരിഹരിക്കപ്പെടാത്ത എല്ലാ തകർച്ചകളെയും, ഇന്നുവരെ മനസ്സുമാറാത്ത നമ്മുടെ അവസ്ഥകളെയും തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ മുഖം മറക്കരുതേ. ദൈവമേ, നീ മുഖം മറക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, കർത്താവേ, ഞങ്ങൾ ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളല്ല, മറിച്ച് മറിയത്തിൻ്റെ ആ ഭാഗ്യപ്പെട്ട മക്കളാണ് ഞങ്ങൾ എന്നേറ്റു പറഞ്ഞുകൊണ്ട്, ഈശോയെ, നിന്റെ പ്രിയപ്പെട്ട അമ്മയെ നീ ഞങ്ങൾക്ക് തന്ന് നീ മറിയത്തിൻ്റെ മക്കളായി ഞങ്ങളെ നീ സ്വീകരിച്ചല്ലോ. മറിയത്തിൻ്റെ ആത്മീയ മക്കളായി ഈശോയെ അവിടുന്ന് കാൽവരിയിൽ ഞങ്ങളെ നീ കൈക്കൊണ്ടല്ലോ. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അമ്മയെ തന്നല്ലോ. ഈശോയെ, ആ അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ അമ്മയെ അങ്ങ് നോക്കുമ്പോൾ, ആ അമ്മയെ അങ്ങ് സ്നേഹത്തോടെ വീക്ഷിക്കുമ്പോൾ, അമ്മയുടെ മക്കളായ ഞങ്ങളെയും സ്നേഹത്തോടെ നോക്കണമേ, സ്നേഹത്തോടെ വീക്ഷിക്കണമേ എന്ന് യാചിക്കുന്നു. ആ അമ്മയുടെ പിറകിൽ ഒളിച്ചു നിൽക്കുന്ന മക്കൾ, ആ അമ്മയുടെ പിറകിൽ ഇങ്ങനെ നിന്നെ നോക്കാൻ പറ്റാതെ ഭയപ്പെട്ടും ആകുലപ്പെട്ടും നിരാശപ്പെട്ടും തകർന്നും പാപഭാരത്താൽ കുനിഞ്ഞു നിൽക്കുന്ന മക്കൾ, ആ മക്കളെ, ആ അമ്മയെ നോക്കുമ്പോൾ ഈശോയെ ആ മക്കളെ കൂടി നോക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അപേക്ഷിക്കാം. രക്ഷകനീശുവേ, എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിടണേ. ഇരുകരങ്ങളും യാതനാപൂർവം പിടിച്ചുകൊണ്ടെന്ന് പാടുക എല്ലാവരും ചേർന്ന്. എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ
ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ അകറ്റിയിടണേ. ഇരുകരങ്ങളും ഉയർത്തി യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. ആദികാലം മുതൽ ഊറി നിന്നിടുന്ന ഭീതി ഉത്കണ്ഠ തിന്മ നിരാശകൾ ആശയാക്കിയിടണേ. വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചേ. ആദികാലം മുതൽ ഊറി നിന്നിടുന്ന ഭീതി ഉത്കണ്ഠ തിന്മ നിരാശകൾ ആശയാക്കിയിടണേ. എല്ലാ ഭയപ്പാടുകളും വിട്ടുകൊടുത്തുകൊണ്ട് പാടിക്കേ. ആദികാലം മുതൽ എല്ലാവരും ചേർന്ന് നമ്മുടെ ഉള്ളിൽ ഊറിക്കിടക്കുന്ന എല്ലാ ഭയപ്പാടുകളെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഭീതി ഉത്കണ്ഠ തിന്മ നിരാശകൾ ആശയാക്കിയിടണേ. ആരാധന യേശുവേ, യേശുവേ ആരാധന, കരങ്ങൾ വീശി യേശുവേ ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി യേശുവേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. റൂഹായേ ആരാധന, റൂഹായേ ആരാധന, വലിയ മഹത്വം ഉണ്ടാകട്ടെ. റൂഹായേ ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. ദൈവത്തോളം ഉയർന്നു നിൽക്കുന്ന നമ്മളീ എല്ലാ തിന്മകളെയും അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച്, ദൈവമേ നീ എല്ലാത്തിലും ഉയർന്നു നിൽക്കണം, നിന്നോളം ഉയർന്നു നിൽക്കുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഏറ്റുപറഞ്ഞൊരിക്കൽ കൂടി ആരാധിക്കാം. ആരാധന ദൈവത്തിന് മാത്രമാണ്. ഈ ലോകത്തിൽ ദൈവത്തിന് മാത്രം കൊടുക്കുന്ന കാര്യമാണ് ആരാധന. മറ്റൊന്നിനും ഈ ലോകത്തില് ആരാധനയ്ക്കിടമില്ല. പ്രിയപ്പെട്ടവരെ, ആ വലിയ ബോധത്തോടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. ദൈവമേ ആരാധന, ദൈവമേ ആരാധന. എല്ലാവരും ദൈവമേ ആരാധന. പരിശുദ്ധ മറിയ ആരാധിച്ച പോലെ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. ദൈവത്തെ ആരാധിച്ചൊരിക്കൽ കൂടി ദൈവമേ ആരാധന, സ്വർഗത്തിൽ അങ്ങേക്ക് ആരാധന, ദൈവമേ ആരാധന, ഭൂമിയിൽ അങ്ങേക്ക് മാത്രം ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ കരങ്ങൾ കൂപ്പി നമുക്ക് നിൽക്കാം. ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവക്തി ജീവിതങ്ങളിൽ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിലെല്ലാം
തമ്പുരാന്റെ തിരുമുമ്പിൽ ജീവൻ പ്രാപിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തി. ദൈവമേ, നിന്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ ഭയപ്പെടുന്ന മനുഷ്യനായി ഞാൻ ജീവിക്കട്ടെ. ഈ തലമുറയിൽ ദൈവഭയമുള്ള ഒരു വ്യക്തിയായി ഞാൻ ജീവിക്കട്ടെ. ദൈവമേ, ഈ തലമുറയിൽ പിശാചിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു തലമുറയുണ്ടാകട്ടെ. ഞാനോ എൻ്റെ മക്കളോ ഈ തലമുറയോ പിശാചിനോട് സൗഹൃദം പുലർത്താൻ, പിശാചിന്റെ ബന്ധത്തിലേക്ക് ചെല്ലാൻ കർത്താവേ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാം. അവരിൽ നിന്ന് സർപ്പത്തിൽ നിന്നെന്ന പോലെ ഓടി അകലാൻ ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവമേ, ഈ ലോകത്തിലുള്ള സാത്താൻ ആരാധകര്, അതുമായി ബന്ധപ്പെട്ട മേഖലകള്, അതിൻ്റെ വലിയ അതിപ്രസരങ്ങള് എല്ലാം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ദൈവമേ, ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി അനേകം മക്കൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, മറിയത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി പിശാചിനോട് വിട പറഞ്ഞ് ജീവിക്കുന്ന മക്കളായി മാറാനുള്ള കൃപ ലോകത്തിൽ തരണമേ. പിശാചിന്റെ ബന്ധങ്ങൾ അവസാനിപ്പിക്കണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാന് വിട്ടുകൊടുത്ത് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. രക്ഷകനീശോയെ, നീ വരണമേ, നീ വരണമേ. ദൈവമേ, നീ വരണമേ. നീ വരുന്നിടത്ത് പിശാച് അകന്നു പോകും. നീ വരുന്നിടത്ത് നിന്ന് സാത്താൻ ഓടിയകലും. ദൈവമേ, നീ വരണമേ. ഈശോയെ, നിന്റെ അമ്മയെ നീ അയക്കണമേ. ആ അമ്മ വരുന്നിടത്തെല്ലാം പിശാചിന്റെ തല തകരും, അവന്റെ ആധിപത്യങ്ങൾ അവസാനിക്കും. പരിശുദ്ധ അമ്മയെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും നീട്ടി നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. രക്ഷകനീശുവേ, എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റിടണേ. ഈശോയെ, നിന്നെ മറന്നു ചെയ്ത പാപങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇന്ന് അനേകര് നിന്നെ മറന്നു പോകുന്ന കർത്താവേ. ഹവ്വ നിന്നെ മറന്നതുപോലെ, ഹവ്വ ആദത്തെ മറന്നതുപോലെ ഹവ്വയെ മാത്രം ഓർത്തു. അവളുടെ സന്തോഷം, അവളുടെ ഉയർച്ച ദൈവത്തോളം എത്തണം, ദൈവത്തെ പോലെ ശക്തനാകണം, ദൈവത്തെ പോലെ എല്ലാത്തിനും ഉപരിയാകണം. ആരും എന്നെ കീഴ്പ്പെടുത്തരുത്, ആരും പറയുന്നത് എനിക്ക് അനുസരിക്കണ്ട, ആരെയും എനിക്ക് കേൾക്കണ്ട, എനിക്കെല്ലാം ആസ്വദിക്കണം, എനിക്കെല്ലാം അനുഭവിക്കണം. ഇങ്ങനെയുള്ള വലിയ ദാഹത്തോടെ കർത്താവേ, മാനവകുലം ഈ തലമുറ ഇന്ന് മാറുകയാണ്. ദൈവമേ, ആ മേഖലകളിലെല്ലാം കർത്താവേ, നിന്നെ മറന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുക കർത്താവേ. ഈ തലമുറയിൽ ഞങ്ങളെല്ലാവരും നിന്നെ വീണ്ടും വീണ്ടും മറക്കുന്നു, വീണ്ടും വീണ്ടും സാത്താന്റെ സൗഹൃദത്തിലേക്ക് പോകുന്നു, വീണ്ടും വീണ്ടും ബന്ധങ്ങളെ ഞങ്ങൾ തകർത്ത് കളയുന്നു. വീണ്ടും വീണ്ടും കർത്താവേ, ഞങ്ങൾ ബന്ധങ്ങൾക്ക് വില നൽകാതെ ജീവിക്കുന്നു. വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള വിശുദ്ധിയില്ലായ്മകൾ, ഇതിനെയെല്ലാം കർത്താവെ സാധാരണത്വങ്ങളായി ന്യായീകരിച്ച് ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നു. ഇതിൽ നല്ലൊരു വിടുതൽ ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ, ഈ 8 നോമ്പിൽ കർത്താവെ നീ ആഗ്രഹിക്കുന്നല്ലോ. അത് ലോകത്തിന് പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ മാപ്പിരെന്ന് പ്രാർത്ഥിക്കാം. നിന്നെ മറന്നു ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത ദുഷ്പ്രവർത്തി തൻ പ്രേരണ നീക്കി നീ ശുദ്ധനാക്കിടമേ. ഇരു കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. വീണ്ടും വീണ്ടും ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഒരിക്കൽ കൂടി ആഗ്രഹിച്ച ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ. നിന്നെ മറന്നു ഞാൻ ഏറ്റുപറഞ്ഞ് സമ്മതിച്ച് പ്രാർത്ഥിച്ചേ. വീണ്ടും വീണ്ടും ചെയ്ത ദുഷ്പ്രവർത്തി തൻ പ്രേരണ നീക്കി നീ ശുദ്ധനാക്കിടമേ. ഇരു കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധന, യേശുവേ ആരാധന, വിട്ടുകൊടുത്തുകൊണ്ട് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നെന്നും ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ആരാധന, യേശുവേ ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നെന്നും ആരാധന. ഒരിക്കൽ കൂടി യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയർത്തി പ്രാർത്ഥിച്ചേ. എന്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കട്ടെ, എന്റെ മനസ്സ് കർത്താവിനെ സ്തുതിക്കട്ടെ, എന്റെ ശരീരം കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവും മനസ്സും ശരീരവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടട്ടെ. ആരാധന, ആരാധന, ആരാധന. ദൈവമേ ആരാധന, ആരാധന. കർത്താവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ വലിയ വിടുതലുകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പരിശുദ്ധ അമ്മ മാതാവിന്റെ യോഗ്യതയാ വലിയ വിടുതലുകൾ ഈ സമുദായത്തിൽ ഉണ്ടാകട്ടെ, ഈ സമൂഹത്തിൽ ഉണ്ടാകട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ, ദൈവത്തോളം എത്തുന്നില്ല എന്നുമെന്ന് ചിന്തിക്കാൻ, അപ്രകാരം ഈ തലമുറയിൽ ഒരു കുറ്റമറ്റ ജീവിതം നയിക്കാൻ ദൈവമേ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിശാചിന് അവന്റെ സമ്പർക്കങ്ങള്, അവന്റെ താല്പര്യങ്ങള്, അവന്റെ ആകർഷണങ്ങളെല്ലാം പൊട്ടിച്ചെറിയാനുള്ള ഒരു ദാഹം തരണേ, വിചാരം തരണേ. കർത്താവേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ വിവാഹ ബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങള്, കർത്താവേ ഞങ്ങളുടെ യുവതി യുവാക്കന്മാര്, ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, അവരുടെ സാമൂഹ്യ മാധ്യമങ്ങള്, അവരുടെ കാഴ്ച, കേൾവി, അവരുടെ ചിന്തകള്, ബന്ധങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ. കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ വിശുദ്ധമായ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ, വിശുദ്ധരായ യുവതി യുവാക്കന്മാരുണ്ടാകട്ടെ, വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ ബന്ധങ്ങൾ ഊഷ്മളമാകട്ടെ കർത്താവേ. മാതാപിതാക്കള് മക്കള് ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, കർത്താവേ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധങ്ങൾ, സൗഹൃദ അയൽക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മറ്റു മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം വിശുദ്ധമാകട്ടെ കർത്താവേ. ആടപ്പെടട്ടെ കർത്താവേ, ഊഷ്മളമാകട്ടെ കർത്താവേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവൻ ഉണ്ടാകട്ടെ കർത്താവേ, സമൃദ്ധമായ ജീവൻ ഉണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് മേഖലയിലാണോ ജീവൻ എനിക്ക് വേണ്ടത്, ഏത് മേഖലയിലാണോ ഞാൻ മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നത്, ഹവ്വയുടെ മകനും മകളുമായി തീർന്നത്, ആ മേഖലകളിൽ നിന്ന് എനിക്ക് ജീവൻ തരണേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം 102 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: തടവുകാരുടെ ഞെരുക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. തടവുകാരുടെ ഞെരുക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരുടെ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനും വേണ്ടി അവിടുന്ന് തൻ്റെ വിശുദ്ധ ഗിരിയിൽ നിന്ന് താഴേക്ക് നോക്കി. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നോക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങേക്കും സിംഹാസനസ്ഥനാണ്. അങ്ങയുടെ നാമം തലമുറ തോറും നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. കർത്താവേ, സിയോനോട് കൃപ കാണിക്കേണ്ട സമയമാണിത്. ഈ ലോകത്തോട് കർത്താവേ അവിടുന്ന് കരുണ കാണിച്ചത്, ലോകത്തിന് രക്ഷയെ കൊടുത്തത് പരിശുദ്ധ മറിയത്തിൻ്റെ കാലത്തോടെയാണല്ലോ. അമ്മയുടെ കാലം മുതലാണല്ലോ രക്ഷകനെ ഈ ലോകത്തിലേക്ക് തന്നത്. ഈശോയെ, ഈ അമ്മയുടെ പിറവി തിരുനാളിനൊരുങ്ങുമ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഞെരുക്കങ്ങൾ കേൾക്കണമേ. മരണത്തിൻ്റെ മക്കളായി തീർന്ന ഞങ്ങളെ അവിടുന്ന് സ്വതന്ത്രരാക്കണമേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് നോക്കണമേ. കർത്താവേ, വിശുദ്ധ മന്ദിരത്തിലിരുന്ന് അവിടുന്ന് ഞങ്ങളെ ഒന്ന് നോക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കേണ്ട കാലമാണിത്. ഈ കാലഘട്ടത്തിൽ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണം. ഈ അമ്മമാരാവിനെ തേടി വിളിച്ച് അമ്മയുടെ നടയിൽ 8 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് വചനം കേട്ട് ജപമാല ചൊല്ലി ഞങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ അമ്മയുടെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഈ മക്കളെ ഈശോയെ നീ നോക്കണമേ. ഭയപ്പെട്ട് നിന്നെ നോക്കാൻ പോലും ത്രാണിയില്ലാതെ ഞങ്ങൾ അമ്മമാരാവിൻ്റെ ബലത്തിൽ ആ അമ്മയുടെ നീല അങ്കിക്ക് പിറകിൽ ഇങ്ങനെ മറഞ്ഞു നിന്ന് നിന്നെ നോക്കുമ്പോൾ
ഈശോയെ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ നീ കൈനീട്ടി വിളിക്കുന്നല്ലോ കർത്താവേ. ഈ പോട്ടാശ്രമത്തിന്റെ അൾത്താരയിൽ ഇരുന്ന് ഇരു കരങ്ങളും നീട്ടി നീ ഞങ്ങളെ വിളിക്കുന്നല്ലോ കർത്താവേ. നിന്റെ അമ്മയുടെ കൂട്ടുപിടിച്ച് നിന്റെ കരങ്ങളുടെ അടിയിലേക്ക് ഓടി വരാൻ, നിന്നോടൊന്ന് ചേർന്നിരിക്കാൻ ഞങ്ങൾക്കും കൃപ തരണേ. അങ്ങനെ നീ നൽകുന്ന ജീവൻ, സമൃദ്ധമായ ജീവൻ പ്രാപിക്കാൻ ഈ തലമുറയിൽ ഞങ്ങൾക്ക് ഇടവരുത്തണേ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും ദൈവമേ സമൃദ്ധമായ ജീവൻ പ്രാപിക്കട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച കരങ്ങൾ കൂപ്പി എന്ന് വിട്ടുകൊടുത്ത് പാടി പ്രാർത്ഥിച്ചേ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുമ്പിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കും കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സമർപ്പിക്കുന്നു, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കും കർത്താവേ. ഞങ്ങളിതാ ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. മറിയം ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ഇതാ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ശക്തി പ്രാപിക്കും, നീ അത്യുന്നതൻ്റെ അമ്മയായി മാറും. ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവേ, പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത ദൈവമേ, സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുത്ത ദൈവമേ, ഞങ്ങളും ഈ ആരാധനയുടെ അവസാന നിമിഷം തിരുമുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരഭിഷേകത്തിൻ്റെ അഗ്നി തരണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ അന്ത്യകാലത്തിൽ ഒരു ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 8 നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്ന നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമർപ്പിച്ച അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത ഈശോയെ, ആ അമ്മയുടെ പിന്നിൽ നിന്ന് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളും ഈ 8 നോമ്പിൻ്റെ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പാപങ്ങളെ കുമ്പസാരക്കൂട്ടി സമർപ്പിച്ച്, ഞങ്ങളുടെ ദുഃഖങ്ങളെ നിന്റെ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച്, ഞങ്ങളുടെ ആകുലതകളെ നിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ സമർപ്പിച്ച്, ഞങ്ങളുടെ ഇല്ലായ്മകളെ നിന്റെ സമൃദ്ധിക്ക് മുമ്പിൽ സമർപ്പിച്ച്, ഞങ്ങളുടെ ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളെ നിന്റെ പദ്ധതിക്ക് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങളിതാ കാഴ്ചവെക്കുന്നു. പരിശുദ്ധാത്മാവിനെ തരണം, അത്യുന്നതൻ്റെ ശക്തി ഞങ്ങൾക്ക് തരണം. കർത്താവേ, നിന്റെ ശക്തിയില്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. നിന്റെ ശക്തിയില്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ജീവൻ ഉണ്ടാവില്ല. ആ ജീവൻ സമൃദ്ധമായി തരാൻ പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടത്തിൽ തലമുറയിൽ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിനെ തരണമേ. പരിശുദ്ധ അമ്മമാരാവിന്റെ വലിയ മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവിനെ തരണേന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങൾക്കും ഈ തലമുറയ്ക്കും പരിശുദ്ധാത്മാവിനെ തരണമേ. 8 നോമ്പ് ആചരിക്കുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവിനെ തരണമേ. അങ്ങനെ ജീവന്റെ മക്കളായി, കൃപയുടെ മക്കളായി, പരിശുദ്ധ അമ്മയുടെ മക്കളായി, യേശുക്രിസ്തുവിന്റെ മകനും മകളുമായി ഞങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ
ആത്മാവിൽ നിറക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും ചേർന്ന് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർത്താവേ, തിരുതുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നീ സ്വർഗത്തിൽ നിന്ന് ഈ മക്കളെ നോക്കുന്ന സമയമാണല്ലോ കർത്താവേ. അവിടുന്ന് നിന്റെ മക്കളിൽ ഇടപെടുന്ന അവരോട് കരുണ കാണിക്കുന്ന കൃപ കാണിക്കേണ്ട കാലമാണല്ലോ കർത്താവേ. മറ്റെല്ലാ കാലങ്ങളെക്കാൾ അധികം ഈ നാളുകളിൽ നിന്റെ അനേക കൃപ ഞങ്ങൾ ലോകം മുഴുവനും പ്രാപിക്കുന്ന കാലമാണ്. നിന്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ലോകം മുഴുവനും കൂടുതൽ കൃപ പ്രാപിക്കുന്ന കാലമാണിത്. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കൊരു ജീവൻ ഉണ്ടാകട്ടെ. അസ്ഥിയുടെ താഴ്വര പോലെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, ഞങ്ങളുടെ സമൂഹങ്ങളെല്ലാം ചിതറിക്കപ്പെട്ടിരിക്കുന്നു, ജീവനില്ലാതായി പോയിരിക്കുന്നു, ബന്ധങ്ങൾ അറ്റുപോയിരിക്കുന്നു, വിവാഹ ബന്ധങ്ങൾ പോലും തകർന്നിരിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാര് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവേ. അവര് ദൈവത്തെക്കാളധികം പണത്തിനും ജോലിക്കും സുഖസൗകര്യങ്ങൾക്കും ഇന്നിന്റെ സന്തോഷങ്ങൾക്കും ഒക്കെ കർത്താവെ വില കൊടുക്കുന്നൊരു സമൂഹം, കർത്താവെ സമ്പത്തിന് വില കൊടുക്കുന്നൊരു സമൂഹം. കർത്താവെ, അങ്ങനെ ഞങ്ങൾ വർദ്ധിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരും ഞങ്ങളുടെ കുലീനരും ഞങ്ങളുടെ സാധാരണക്കാരും എല്ലാം അങ്ങനെ ദൈവമേ നിന്നിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലമാണ് കർത്താവെ. ആ കാലഘട്ടത്തിൽ ഞങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ അസ്ഥിയുടെ താഴ്വരകളിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് ജീവനും ശക്തിയും ചൈതന്യമുള്ള മനുഷ്യരായി നിന്നെ സ്തുതിക്കുന്ന മക്കളായി തീരട്ടെ. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. തീ പോലെ ഇറങ്ങണമേ, കരമുയർത്തിക്കൊണ്ട് അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആവർത്തിച്ച് പാടി പ്രാർത്ഥിച്ചേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി. ഞങ്ങൾ എല്ലാവരിലേക്കും കർത്താവേ നിന്റെ ആത്മാവനയക്കണമേ, പരിശുദ്ധാത്മാവനയക്കണമേ, പരിശുദ്ധാത്മാവനയക്കണമേ. ഈ സമൂഹത്തിലേക്ക് കർത്താവേ അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, മാനസാന്തരങ്ങളായി, കൃപയുടെ ജീവിതങ്ങളായി, ഈ കാലഘട്ടത്തിന്റെ തിന്മകളെ അതിജീവിക്കുന്ന ഒരു തലമുറയായി ഈ സമൂഹം മാറാൻ, ഇത് കേൾക്കുന്നവര് മാറാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് മാറാൻ, ലോകം മുഴുവനും മാറാൻ കർത്താവേ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അഭിഷേകം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈ സമൂഹത്തിന്റെ മേൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറപ്പെടട്ടെ, എല്ലാ വാക്കുകളും നിറവേറപ്പെടട്ടെ, എല്ലാ വെളിപാടുകളും ദർശനങ്ങളും കർത്താവേ ഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് യൂട്രസ് സംബന്ധമായ രോഗങ്ങളുള്ള 9 മക്കളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ശക്തമായ തലവേദന മൂലം ബുദ്ധിമുട്ടുന്ന 23 പേരെ കർത്താവ് തൊടുന്നതായി ഏർപ്പെടുത്തുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ശരീരം മുഴുവനും ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ത്വക്ക് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള
19 പേരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദൈവം തൊടുന്ന സമയമാണ്. നമ്മൾ സ്തുതിക്കുമ്പോഴാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മളെ സ്പർശിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നത്, ദൈവത്തിന്റെ ആ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിച്ചു കൊടുത്ത് 17 കുടുംബങ്ങളെ കർത്താവ് ഇന്ന് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൈംഗിക തിന്മകൾക്ക് അടിമപ്പെട്ട 39 പേർക്ക് ഈശോ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചേ. ആ തിന്മകളുള്ള മക്കൾ പ്രാർത്ഥിച്ച ഈ സമയം, കർത്താവേ ഞങ്ങളുടെ ജഡത്തിന്റെ തിന്മകളിൽ നിന്നൊരു വിടുതല് പരിശുദ്ധ മാതാവിന്റെ യോഗ്യതയാൽ തരണേ എന്ന് പ്രാർത്ഥിച്ചേയും. ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന 9 കുടുംബങ്ങളെ ഈശോ പ്രത്യേകമായിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരന്തരമായ ചുമ, ജലദോഷം, കഫക്കെട്ട് ഇവ മൂലം ബുദ്ധിമുട്ടുന്ന 69 പേരെ കർത്താവ് പ്രത്യേക സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ലിവർ ക്യാൻസർ ഉള്ള ഒരു മകനെ, ഒരാളെ പ്രത്യേകം ഈശോ തൊടുന്നതായി ഓർമ്മപ്പെടുത്തുന്നു. ക്യാൻസർ മൂലം സങ്കടപ്പെടുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച ഈ സമയം തിരുസന്നിധിയിൽ പലതരത്തിലുള്ള ക്യാൻസർ മൂലം ബാധിച്ച ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പെരുകുന്ന ഒരു രോഗമാണ്. നമുക്ക് ഇരു കരങ്ങളൊന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവമേ ക്യാൻസർ രോഗികളോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. ആ രോഗത്തിലായിരിക്കുന്ന നമുക്ക് പരിചയമുള്ള കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, വലിയ വേദനയിൽ മരണഭീതിയിൽ കഴിയുന്നവര്, ആ രോഗം പിടിപെടുവോ എന്ന് പേടിച്ചിരിക്കുന്നവര്, അതിന്റെ ബയോപ്സിക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നവര്, അനേകം ചെറുപ്രായത്തിലുള്ളവരൊക്കെ ഈ രോഗത്തിൽ പെട്ടിട്ടുണ്ട്. നമുക്ക് ഓർത്ത് പ്രാർത്ഥിച്ചേ, സുടിച്ച് പ്രാർത്ഥിച്ചേ, സുടിച്ച് പ്രാർത്ഥിച്ചേ. കാഴ്ചക്കുറവ്, കണ്ണിലെ അലർജി മൂലം ബുദ്ധിമുട്ടുന്ന 12 പേരെ കർത്താവ് തൊടുന്നതായി ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ വഴിവിട്ട ജീവിതം, മയക്കുമരുന്നിന് അടിമത്തം ഇതുമൂലം ബുദ്ധിമുട്ടുന്ന മക്കളെ ഓർത്ത് നെഞ്ചുകീറി പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കളെ ഈ സമയം ഈശോ ആശ്വസിപ്പിക്കുന്നു. ഓർമ്മക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്നവരെ 2 മക്കളെ ഈശോ തൊടുന്നതായി ഓർമ്മപ്പെടുത്തുന്നു. കുടൽ സംബന്ധമായ അസുഖമുള്ള 4 പേരെ ഈശോ തൊടുന്നു. അതിൽ ഒരാൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഈശോ ആ വ്യക്തിയെ പ്രത്യേകം തൊടുന്നതായി ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൊലപാതക ചിന്തയുമായി കഴിയുന്ന 3 പേരെ ഈശോ അതിൽ നിന്ന് വിടുവിക്കുന്നു, അവരെ തൊടുന്നു. ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ട്, ഭയം, വണ്ടി ഓടിക്കുമ്പോഴുള്ള അകാരണമായ ഭയമുള്ള 6 പേരെ ഈശോ തൊടുകയും ആ വലിയ ദൗത്യം അത് പരിശീലിക്കാനുള്ള ശക്തിയും കഴിവും ധൈര്യവും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹൃദയ വാൽവുകളിൽ ദ്വാരമുള്ള 2 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. പോലീസ് കേസിൽപ്പെട്ട 2 പേർക്ക് കർത്താവ് ആ മേഖലയിൽ നിന്ന് വലിയ വിടുതൽ തന്ന് അനുഗ്രഹിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ, ഈ ഭൗതിക നന്മകളെക്കാൾ അധികം നിന്റെ തരുന്ന ആത്മീയ നന്മ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ അങ്ങ് ഭൗതിക അനുഗ്രഹങ്ങളോ സന്തോഷങ്ങളോ നേട്ടങ്ങളോ അല്ലല്ലോ കൊടുത്തത്, ആത്മീയ നന്മയും നേട്ടവും ഉയർച്ചയുമാണല്ലോ. അതുപോലെ ഞങ്ങൾക്കും ഈ നാളുകളിൽ ആത്മീയമായിട്ടുള്ളൊരു വളർച്ച തരണേ, നിലനിൽപ്പ് തരണേ, ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി നമുക്ക് പാടിയും പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിമാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഈരടികൾ വീണ്ടും പാടി പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ഞങ്ങളിലേക്ക് തീ പോലെ ഇറങ്ങണമേ, കൊടുങ്കാറ്റ് പോലെ ഞങ്ങളെ വീശണമേ. ഞങ്ങളിൽ ദഹിപ്പിച്ച് കളയേണ്ടതിനെ ദഹിപ്പിച്ച് കളയണം, ഞങ്ങളിൽ നിന്ന് അകറ്റി മാറ്റേണ്ടതിനെ നീ അകറ്റി മാറ്റണം, ഞങ്ങളിൽ കിളിർപ്പിച്ച് ഉയർത്തേണ്ടതിനെ നീ കിളിർപ്പിച്ച് വീണ്ടും ശക്തിപ്പെടുത്തണം. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വലിയ അഭിഷേകം ആഗ്രഹിച്ച് ഈ ആശീർവാദം സ്വീകരിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.